പല രോഗങ്ങളും വിശേഷിച്ച് അവൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പിരിമുറുക്കം മുതൽ നമ്മൾ ടെൻഷൻ എന്ന് പറയും ആംഗലേയ ഭാഷയിൽ, മെഡിക്കൽ സയൻസിൻ്റെ ഭാഷയിൽ. അതുപോലെ സ്ട്രെസ് എന്ന് പറയുന്നു, മാനസിക സമ്മർദ്ദം. സ്ട്രെയിൻ എന്ന് പറയുന്നു, ഉത്കണ്ഠകൾ, അസ്വസ്ഥതകൾ, വേവലാതികൾ എന്നൊക്കെ പച്ച മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ഇതെല്ലാം തന്നെ ഇന്ന് ലോകത്തിലുള്ള സകലരെയും പിടികൂടുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാനസിക വിഷമം അനുഭവിക്കുന്നവരിൽ 5ാം സ്ഥാനം കൊച്ചി നഗരത്തിലാണ് ലോകത്തിൽ. അത് കഴിഞ്ഞ ഒരു 5 വർഷം മുൻപുള്ള ഒരു കണക്കനുസരിച്ചാണ്. അത് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങോട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ പ്രഭാഷണം കഴിഞ്ഞ നാളെ 2 സ്ഥലത്താണ്. ഒന്ന് മഞ്ചേരി ഭാഗത്ത് ഒതായി എന്ന് പറയുന്ന സ്ഥലത്ത്, അരീക്കോട് കഴിഞ്ഞിട്ട്. രാത്രിയിൽ വയനാട്ടിലാണ്, തെക്കുംതറ ഭാഗത്ത്, കുപ്പാടിത്തറയ്ക്കും തെക്കുംതറയ്ക്കും ഇടയ്ക്കായിട്ടുള്ള സ്ഥലം. അപ്പം അത് കഴിഞ്ഞ് ഞാൻ, അല്ലെങ്കിൽ അതിന് മുൻപേ ചെന്നിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ട് അവരുടെ കൂടെയാണ് യാത്ര ചെയ്യുക. പക്ഷെ ആ കൂടെ, എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നയാൾ കുറച്ചു കാലമായിട്ട് അയാൾ അറിയുന്നില്ല, അയാളെ ഞാൻ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കൗൺസിലറാണ്, സൈക്കോതെറാപ്പിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു, മാഷേ ഇങ്ങനെയൊരു വിഷയമുണ്ട്, അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് ശ്രദ്ധിക്കണം. ഒറ്റയ്ക്കാണ് അയാൾ ജീവിക്കുന്നത്, ഒരു വലിയ വീട്ടിൽ. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഞാനും മക്കളും ഒക്കെ അവിടെ പോകും, താമസിക്കും, കുടുംബം അടക്കി ചെല്ലും, കൂട്ടുകാരെയൊക്കെ കുട്ടിയടക്കി ചെല്ലും. ഇതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അയാൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഭയങ്കര സന്തോഷമാണ് അയാൾ. വെറും 46 വയസ്സേ ഉള്ളൂ അയാൾക്ക്. സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല ഞാൻ. അപ്പം ഞാനവിടെ നിൽക്കുന്ന ദിവസം എന്നോട് പറയും, രാവിലെ എന്നെ ഒന്ന് വിളിച്ചേക്കണേ, ഞാൻ ഉറങ്ങിപ്പോവും. എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഒരു ദിവസം അയാൾ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട്, ടെൻഷൻ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മളിൽ എത്ര പേര് കഴിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് ശാരീരിക രോഗങ്ങളെക്കാൾ ഏറ്റവും കൂടുതലുള്ളത് മാനസിക രോഗമാണ്. മാത്രമല്ല, ശാരീരിക രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ളത് മനസ്സാണ് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നു. യുവാക്കന്മാർ, യുവതികൾ, കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എന്തിനാണ് ശിവരാത്രി എന്നും, എന്തിനാണ് ആധ്യാത്മികതയെന്നും, എന്തിനാണ് ജപമെന്നും, എന്തിനാണ് യോഗയെന്നും ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടെത്തിക്കോളൂ. ഈ കുട്ടികളോടൊക്കെയാണ് ഞാനിത് പറഞ്ഞത്. മുതിർന്നവർക്ക് പലർക്കും അറിയായിരിക്കും. സൈക്കോസോമാറ്റിക് ഡിസീസ് എന്നാണ് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രം, പോസ്റ്റ് മോഡേൺ മെഡിക്കൽ സയൻസ്. സൈക്ക് എന്ന് പറഞ്ഞ പദം ലാറ്റിൻ പദമാണ്. അതിനർത്ഥം മനസ്സ് അല്ലെങ്കിൽ ആത്മൻ എന്നാണ്, ആത്മാവ് എന്നൊക്കെ നമ്മൾ പറയും. ആത്മനിൽ നിന്ന് ശരീരത്തിലേക്ക്, സോമ എന്ന് പറഞ്ഞ ശരീരം, ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം അതാണ്, ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. സൈക്കോസോമാറ്റിക് ഡിസീസാണ് ഇന്ന് ലോകത്തിൽ 70% രോഗങ്ങൾ. നമുക്കാർക്ക് ഷുഗറുണ്ടോ, പ്രഷറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, പനിയുണ്ടോ, ചുമയുണ്ടോ, ശ്വാസം, എന്ത് രോഗങ്ങളുടെയും 70% മനസ്സാണ് പ്രശ്നം. വലിയ രോഗം ലോകത്തെ മുഴുവൻ കീഴടക്കിയപ്പോൾ നമുക്കാർക്കും പനിയുണ്ടായിരുന്നില്ലല്ലോ. മറ്റതൊരു ജലദോഷം വന്ന ഉടനെ അമ്മമാരും അച്ഛന്മാരും കൂടെ കൂടിയിട്ട് കുട്ടികളെ ഇടങ്കാല് വെച്ച് തള്ളിയിട്ടിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് കയറ്റിയിട്ട് കുടുംബ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. എല്ലാ സ്ഥലവും കൊട്ടിയടക്കപ്പെട്ടു. ലിപ്സ്റ്റിക് അടിക്കേണ്ട ആവശ്യമില്ല, മാസ്ക് ധരിച്ചതുകൊണ്ട്, പൗഡർ ഇടാറില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന ഒരു ജീവിയായിട്ട് മനുഷ്യൻ അധപ്പതിച്ചപ്പോൾ അവന് അസുഖങ്ങൾ വേറെ ഇല്ല. ഇത് വന്നാൽ മാത്രമേ ഉള്ളൂ.
സ്വസ്ഥത അവനുണ്ടായി. രാവിലെ കുളിക്കാൻ സമയം കിട്ടി, വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ സമയം കിട്ടി, ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടി. കുട്ടികളോട് ചോദിച്ചറിയില്ല, അമ്മമാരോട് ചോദിച്ചറിയാം. പ്രത്യേകിച്ച് 1.5 വർഷക്കാലം ഓൺലൈൻ ക്ലാസ്സും എങ്ങോട്ടും പോവാതെ ആയപ്പോൾ ആ 1.5 കൊല്ലം കഴിഞ്ഞ് സ്കൂളിലേക്ക് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ മെലിഞ്ഞിരുന്ന ചങ്ങാതിമാരൊക്കെ ഇത്ര തടിയുണ്ട്. മക്കളൊക്കെ എന്താ മോൻ്റെ പേര്? ഞാൻ ദിനേശനല്ലേ സാർ. അതെയോ? എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല മോനെ. വീട്ടിലിരുന്നിട്ട് തിന്ന് തടിച്ചതാണ്. സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷേ അവിടെയും നഷ്ടപ്പെട്ടു പോയതൊന്നുണ്ട്. വ്യായാമമില്ല, ജപമില്ല. കുറേയൊക്കെ ആളുകൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ യുവാക്കന്മാർ ചെയ്തില്ല. യുവാക്കന്മാരെപ്പോഴും ഇങ്ങനെയൊരു സാധനം ഉണ്ടല്ലോ നമുക്ക്, അതും ഞൊണ്ടിക്കൊണ്ടിരുന്നു, വെറ്റിലയിൽ 100 കഴിക്കുന്നത് പോലെ. ഇന്നതിൻ്റെ വ്യഥ അനുഭവിച്ചുകൊണ്ടിരിക്കുക. 10 വർഷം കഴിഞ്ഞാൽ അറിയാം മക്കളെ. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന മക്കൾ ദിവസം ഇത് 1 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മശക്തി കുറയും, നിങ്ങൾ അസ്വസ്ഥരാവും, നിങ്ങളുടെ സമയം നഷ്ടപ്പെടും, നിങ്ങൾ ഈ പറഞ്ഞ ടെൻഷനും സ്ട്രെസ്സും സ്ട്രെയിനുമുള്ളവരായി മാറും, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച കുറയും, കേൾവി കുറയും, പലതരത്തിലുള്ള രോഗങ്ങളും വരും. അത് മെഡിക്കൽ സയൻസ് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളിതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. വേണ്ടാന്നല്ല പറയുന്നത്, എല്ലാ യന്ത്രങ്ങളും നമുക്ക് വേണം. ഒരു 5 മിനിറ്റ് നേരം പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുണ്ടോ വീട്ടിൽ? നമ്മുടെ ശരീരത്തെ ചിട്ടപ്പെടുത്താനും ശുദ്ധിയോടെ ജീവിക്കാനും ധാരാളം വഴികളുണ്ട്. നല്ല വെള്ളം ഉപയോഗിക്കാം, പെർഫ്യൂംസ് ഉപയോഗിക്കാം, സോപ്പ് ഉപയോഗിക്കാം, തൈലങ്ങൾ ഉപയോഗിക്കാം. ഇനി കുളിച്ചിട്ടില്ലെങ്കിലും വേണ്ട, ബോഡി സ്പ്രേ ഒക്കെ കിട്ടാണ്ട് ഷീ ഫൂ എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നു പോയാൽ മതി. മനസ്സിനെ നന്നാക്കാൻ എന്ത് ചെയ്യും? ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേട് ബാധിച്ചോരവയവം, കൊടും കേട് ബാധിച്ച പാവം മനസ്സും. രാത്രി മഴ സുഗതകുമാരി ടീച്ചറുടെ കവിതയാണ്. പറയുമ്പോൾ ഓർമ്മ വരും, സുഗതകുമാരി ടീച്ചറുടെ സഹോദരി, അവരൊരു സ്കൂൾ ടീച്ചറായിരുന്നു, ഹൃദയകുമാരി. ഹൃദയകുമാരി ടീച്ചർ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പയ്യനെ പലപ്പോഴും ഇങ്ങനെ ഈ ഇൻ്റർവെൽ സമയത്തവൻ വെള്ളം കുടിക്കാനോ യൂറിൻ പാസ് ചെയ്യാനൊന്നും അല്ല, വെറുതെ എങ്ങോട്ടോ മാറി നിൽക്കുന്നത് കാണാം. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിൽ എത്താനാണ്. ഒരു ദിവസം ടീച്ചർ പതുക്കെ അവനെ പിന്തുടർന്നിട്ട് അവിടെ ചെന്ന് പതുക്കെ അവനോട് ചോദിച്ചു, എന്താ മോനെ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പം പിടികിട്ടി, അവൻ ബീഡി വലിക്കാൻ വന്നതാണ്, ആരും കാണാതെ. അപ്പോൾ അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ, ബീഡി വലിച്ചാൽ ഉള്ള അവസ്ഥ അറിയോ, കാര്യം അറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം ബെല്ലടിച്ചു. ഇൻ്റർവെൽ കഴിഞ്ഞ് ബെല്ലടിച്ചു. അപ്പോൾ ഈ കുട്ടി ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ, നമ്മൾ രണ്ടും ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത് കണ്ട വേറെ ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കും, ടീച്ചർ പോയിക്കോളി. അതാണ് അവസ്ഥ. മദ്യമില്ലാതെ, മയക്കുമരുന്നില്ലാതെ, 4 നേരം ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റാത്തവരായിട്ട് അധപ്പതിച്ചു പോയ ഒരേ ഒരു വർഗമേ ലോകത്തിലുള്ളൂ, മനുഷ്യൻ എന്ന് പറയുന്ന വർഗം. അവൻ സുഖം തേടി ഇങ്ങനെ പോവുകയാണ്. ഒന്നും പരിത്യജിക്കാൻ ആഗ്രഹമില്ല, ഒന്നിനെയും നിയന്ത്രിക്കാനോ ലളിതമായി ജീവിക്കാനോ അവൻ പഠിച്ചിട്ടില്ല. ഒന്ന് ചിരിക്കാനോ സന്തോഷത്തോടെ സംസാരിക്കാനോ ലാളിത്യത്തോടെ പെരുമാറാനോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്നൊരു സ്ഥലത്തുകൂടെ ഞങ്ങളിങ്ങനെ എൻ്റെ 2 മക്കൾ കൂടെ വന്നിട്ടുണ്ട്, ആൺകുട്ടികൾ. അവരും ഞാനും കൂടെ ഇങ്ങനെ വണ്ടിയിൽ വന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു ചെറിയ വഴിയൊക്കെ ചോദിച്ചപ്പം 2 ആളുകളോട് വഴി ചോദിച്ചപ്പോൾ അവർ സംസാരിച്ചതിനെക്കുറിച്ച് മോൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അവരെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചു പറിക്കുന്നത് പോലെയാണ്. സന്തോഷത്തോടെ പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാതെയായിരിക്കുകയാണ്. ചിരിക്കാൻ മറന്നുപോയ ജീവിയായിട്ട് മനുഷ്യൻ അധപ്പതിച്ചാൽ, ചിരിക്കാൻ അറിയുന്ന ഒരു ജീവി സത്യത്തിൽ ആരേ ഉള്ളൂ? മനുഷ്യനേ ഉള്ളൂ. അതിൽ നിന്ന് മാറിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇപ്പം കാട്ടുമൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. കാരണം അവരെക്കാൾ അപ്പുറത്തുള്ള സ്വഭാവമായിട്ട് നമ്മൾ മാറി. പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നു, ആത്മഹത്യകൾ പെരുകുന്നു,
സ്വന്തം മക്കളെ തീയിട്ട് ചുട്ട് അമ്മ ചാവുന്നു. എവിടെയാ? ഉഗാണ്ടയിലാണോ? ലാറ്റിൻ അമേരിക്കയിലാണോ? ചെക്കോസ്ലോവാക്കിയയിലാണോ? കേരളത്തിലാ? 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് തീയിട്ടിട്ട് അമ്മ ചാവുകയാണ്. സ്വന്തം ചത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല അമ്മമാരെ, മക്കളെ വെറുതെ വിട്ടൂടെ? നമ്മളാരും പ്രാർത്ഥിച്ചിട്ടോ പ്രകീർത്തിച്ചിട്ടോ നമ്മളാരും പ്രതീക്ഷിച്ചിട്ടോ അല്ലല്ലോ നമുക്ക് മക്കൾ ജനിക്കുന്നതാണോ? പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിക്കാറുണ്ട്. മക്കളുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ധാരാളം എനിക്കറിയാം. പക്ഷേ അത് പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ്. മഴ പെയ്യുന്നത് പോലെയാണ്, മഞ്ഞ് വീഴുന്നത് പോലെയാണ്, പൂവിരിയുന്നത് പോലെയാണ്. പഴയൊരു കവിത നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ? സ്ലോ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ, ഓപ്പണിംഗ് ഫ്ലവർ, ഹോസ് ഓഫ് ദി വേവ്, എംബർ ദാറ്റ് ക്രംബിൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വിഫ്റ്റ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. പിന്നെ അവസാനം സ്ലോ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. മനോഹരമായി ഒരു കുട്ടി ജനിക്കുന്നത് പ്രാർത്ഥിച്ച് കഴിയുന്നവര് അതേ ആളുകൾ തന്നെ ഇന്ന് ആ കുട്ടികളെ 5, 6, 10 വയസ്സാവുമ്പോൾ കൊന്നുകളയുന്നു. കേരളത്തിൽ സകുടുംബം ആത്മഹത്യ ചെയ്യുന്നു. വേറെ എവിടെയും ഇല്ല ഇത്തരം ദുരന്തങ്ങൾ, അടുത്ത കാലത്തുള്ളതാണ്. കൂടെ പഠിച്ചവനെയും കൂടെ കിടന്നവനെയും കൂടെ ഭക്ഷണം കഴിച്ചവനെയും കൂടെ കളിച്ചവനെയും കൂടെ ചിരിച്ചവനെയും ഒക്കെ ചവിട്ടിക്കൊന്ന് കെട്ടി തൂക്കുകയാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, അല്ലേ? നമുക്ക് സന്തോഷം ഇതാണ്. അരിക്കൊമ്പനെയും ചക്കക്കൊമ്പനെയും ചില്ലിക്കൊമ്പനെയും ഒന്നും നമ്മൾ പഴിക്കണ്ട. അവർ പാവങ്ങളാ, അവരെ വെടിവെക്കണ്ടെന്നാണ് ഞാൻ പറയുക. എൻ്റെ വല്ലോപ്പള്ളി ശ്രീധരമേനോൻ്റെ സഹ്യൻ്റെ മകൻ എന്ന് പറയുന്നൊരു കവിത ഒരു പക്ഷേ വായിച്ചവർ പലരും ഇതിനകത്തുണ്ടാവും. അമ്പലത്തിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നു. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ആനയുടെ എഴുന്നള്ളിപ്പ് ഉണ്ടാവാറുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ വേണ്ട എന്നാണ് ഞാൻ പറയുക. അവരെവിടെയെങ്കിലും ജീവിച്ചോട്ടെ. ആ ആനയെ എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാം നമുക്ക്. അതാവണം ക്ഷേത്രം. അതിലേക്കാണ് ഞാൻ വരുന്നത്. ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമായ ശിവൻ. മറ്റുള്ളവർ മരിക്കരുത്, മറ്റുള്ളവർ നശിക്കരുത്, ലോകം ഇതേപോലെ ശാന്തമായി സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നാഗ്രഹിച്ചതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ നിലനിൽക്കാൻ വേണ്ടി വിഷം കുടിച്ചവനാണ് ശിവൻ. നമ്മൾ മറ്റുള്ളവരെ ചുട്ടുകൊന്നിട്ട് ചാവുന്നവരാകുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ വൈരുദ്ധ്യം അവിടെയാണ്. യോവിനെ വിറപ്പിക്കും ആ വിളി കേട്ടോ മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം. എങ്കിലും അത് ചെന്ന് മാറ്റൊല്ലിക്കൊണ്ടു പുത്രസങ്കടം സഹിയാത്ത സഹ്യന്റെ ഹൃദയത്തിൽ. അമ്പലത്തില് ആറാട്ടിന് കൊണ്ടുവന്ന ആനയ്ക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും ഒന്നുമില്ല, ചൂടെടുത്ത് പൊരിഞ്ഞ് നടക്കുക. ഒടുവിലത് അമ്പലത്തിൻ്റെ കന്മതിൽ കെട്ടുകൾ ഇടിച്ചു പൊളിച്ചു, ആളുകളെ ചവിട്ടിയരച്ച് കടന്നു പോകുമ്പോൾ ഒരു ഉത്തരവാണ്, വെച്ചോളൂ വെടി. വെടിയേറ്റ്, മയക്കുവെടിയല്ല, ഒറിജിനൽ വെടിയാണെന്ന്. വെടിയേറ്റ് പടഞ്ഞ് കരഞ്ഞു വീഴുമ്പോൾ ആ ആനയുടെ വിളി മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം കേട്ടില്ല. യോവിനെ വിറപ്പിക്കും ആ വിളി കേട്ടോ മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം. മനുഷ്യരെ, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രേശന്റെ കാതുകൾക്ക് ഈ പാവത്തിന്റെ നിലവിളി കേൾക്കാൻ കഴിയില്ല. പക്ഷേ അവനെ വെച്ച് വളർത്തി പോറ്റിയ, പെറ്റുപോറ്റിയ അവൻ്റെ അമ്മയായ, അവൻ്റെ അച്ഛനായ ആ സഹ്യസാനുക്കളിൽ അത് പ്രകമ്പനം കൊണ്ടപ്പോൾ പുത്രസങ്കടം സഹിയാത്ത സഹ്യന്റെ ഹൃദയത്തിൽ അത് ചെന്ന് കൊണ്ടപ്പോൾ അതിനെ അറിഞ്ഞവനാണ് കവി. കവതേ സർവം ജാനാതി സർവം കവി. എല്ലാം അറിയുന്നവനും പറയുന്നവനുമാണ്. മനുഷ്യരുടെ ദുഃഖങ്ങൾ കണ്ടിരുന്നവർ അന്യജീവികളുടെ, മനുഷ്യരല്ല മറ്റ് ജീവജാലങ്ങളുടെ ക്രൗഞ്ചദുണ്ടു വിയോഗോഥ ശോകം ശിരോഗത്വമകത എന്ന് ദണ്ഡി മഹാനായ ചിന്തകൻ, സംസ്കൃത പണ്ഡിതൻ പറയുന്നത് കേൾക്കുക. രാമായണത്തിന് കാരണമായി തീർന്നത് 2 പക്ഷികളിലൊന്നിനെ ഏതോ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ പണ്ട് കാടനും വേടനും കാട്ടാളനുമായിരുന്ന ആ രത്നാകരൻ പിന്നീട് മഹാകവിത്വത്തിലേക്ക് മാറിയിട്ട് വാൽമീകിയായിട്ട് പുനരവതരിച്ച, പുനർജന്മ സമാനമായിട്ട് സമാന ജീവിതത്തിൽ മുന്നോട്ട് വന്ന ആ കവി ആ ദുഃഖം കണ്ടിട്ട് ആ 2 ഇണപക്ഷികളുടെ ദുഃഖം കണ്ടൊന്ന് വീണ് കരഞ്ഞ് പടഞ്ഞ് മരിക്കുകയാണ്.
വെറും സ്വാർത്ഥ സുഖങ്ങൾക്ക് പിന്നിൽ പോകുന്ന മനുഷ്യ, നീ അമ്പെയ്ത് വീഴ്ത്തിയ ഈ പക്ഷിയുടെ ദുഃഖം നിനക്കറിയുമോ എന്ന് ചോദിച്ച ഈ ദുഃഖം തിരിച്ചറിയാൻ സാധിച്ച സന്യാസി പാരമ്പര്യത്തിന്റെ ആ ശ്രേഷ്ഠ സംസ്കൃതിയുടെ തനിമയാണ് ശിവരാത്രിയിലൊക്കെ നമുക്ക് കാണാനും പഠിക്കാനും ഉള്ളത്. മറ്റുള്ളവരുടെ വേദന അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്ന് ഈ മണ്ണിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുദേവര് പാടിയത്. ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്ന ഭക്ഷണമാവട്ടെ, കുടിക്കുന്ന വെള്ളമാവട്ടെ, ഉറങ്ങുന്നതാവട്ടെ, ഉണരുന്നതാവട്ടെ, ഉടുക്കുന്നതാവട്ടെ, നടക്കുന്നതാവട്ടെ, കിടക്കുന്നതാവട്ടെ, മറ്റുള്ളവർക്ക് കൂടി സുഖമുണ്ടാവുന്ന തരത്തിലേ ആകാവൂ എന്ന് നാണു നമ്മളോട് പറഞ്ഞു. പക്ഷേ നമ്മൾ എവിടെയാണ്? നാരായണ ഗുരുവിൽ നിന്ന് എത്രയോ അകലെയാണ്, ബുദ്ധനിൽ നിന്ന് എത്രയോ അകലെയാണ്. അരയന്നത്തിന്റെ ശരീരത്തിൽ കൊണ്ട അമ്പ് ഊരി തൻ്റെ കൈത്തണ്ടയിൽ കുത്തി നോവിച്ചുകൊണ്ട് ആ പാവം അരയന്നം എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് തിരിച്ചറിയാൻ ശ്രമിച്ച ആ സിദ്ധാർത്ഥ രാജകുമാരനിൽ നിന്ന് ബുദ്ധനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് മറ്റുള്ള ജീവികളുടെ, മനുഷ്യന്റെ മാത്രമല്ല സകല സഹജീവികളുടെയും വേദന അറിയാനുള്ള, ആ വേദന സ്വയം സാക്ഷാത്കരിക്കാനുള്ള മനസ്ഥിതിയിൽ നിന്ന്, ആധ്യാത്മികതയിൽ നിന്നാണ് ബുദ്ധനിലേക്ക് അയാൾ ഉണർന്നത്. വെറും തപസ് ചെയ്തത് കൊണ്ടല്ല. ശങ്കരാചാര്യര് അങ്ങനെ സന്യാസത്തിന്റെ കാലങ്ങളിലൂടെ യാത്ര ചെയ്ത് ശിഷ്യഗണങ്ങളുമായിട്ട് പോകുമ്പോൾ മൂകാംബികയിൽ ഉത്സവം നടക്കാൻ പോകാറില്ല നമ്മൾ. അങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കൂ, ഞാൻ എൻ്റെ അമ്മയെ കണ്ടു വരട്ടെ എന്ന് പറഞ്ഞു. അമ്മയെ ആലോചിക്കാറുണ്ടോ നമ്മൾ? കടന്നുപോയ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഇങ്ങനെ ചുമരിൽ തൂങ്ങും. അത് കൊല്ലത്തിലൊരിക്കലെങ്കിലും ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതാണ്. നിങ്ങളോടല്ല പറയുന്നത്, എല്ലാവരോടും. പല്ലിയും ഓന്തും തവളയും പാറ്റയും വേട്ടാളിനും കൂടുവെക്കാൻ വേണ്ടിയിട്ട് കുറേ ചിത്രങ്ങൾ നമ്മുടെ വീട്ടിലും ഒക്കെ ഉണ്ടാവും. ഗാന്ധിജിയുടെ പടം ഉണ്ടാവും, എസ്ഐയുടെയും ഹെഡ്മാസ്റ്ററുടെയും ഒക്കെ തലയ്ക്ക് പിന്നിൽ. അതിൽ നിന്ന് പല്ലിയൊക്കെ എന്തി നോക്കിയിട്ട് ഇങ്ങനെ, എച്ചം വന്ന് ലീവാണല്ലേ, എവിടെ പോയി ആർക്കറിയാം, ബിവറേജിൽ ക്യൂ നിൽക്കാൻ പോയിട്ടുണ്ടാവും. മുമ്പ് നമ്മളേറ്റവും സന്തോഷമാണ്. ആ ശങ്കരൻ തൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആര്യാമ്പ മരണാസന്നയായി കിടക്കുകയാണ്. എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ശങ്കരൻ? ഇന്ന് ഫോൺ വിളിച്ച് പറയല്ലേ, ശങ്കരാ എൻ്റെ അമ്മ, എനിക്ക് കുറച്ച് തിരക്കാണ്, ബിസിനസ്, ഒരു കാര്യം ചെയ്യൂ അല്ലേ. അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയുണ്ട്, കവിതയാണോ കഥയാണോ എന്ന് പറയാൻ പറ്റാത്തൊരു ഭാഗമുണ്ട്. അമ്മയുടെ മരണം അറിഞ്ഞിട്ട് മകൻ അത് വീഡിയോയിലാക്കിയിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. ഒരു വീഡിയോ മരണം, കുടുംബക്കാർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അമ്മയുടെ മരണം അറിഞ്ഞപ്പോൾ എനിക്ക് ദുഃഖമുണ്ടായിരുന്നു. ശങ്കരൻ അതല്ല, ശങ്കരനെ ആരും വിളിച്ചു പറഞ്ഞിട്ട് ഒരു മെസ്സേജും കൊടുത്തിട്ടില്ല. ആരാണ് ശങ്കരന് മെസ്സേജ് കൊടുത്തത്? മക്കൾക്ക് അമ്മമാരുടെ ദുഃഖം അറിയാൻ പറ്റുമോ? അമ്മയ്ക്ക് അച്ഛന് മക്കളുടെ വിഷമം അറിയാൻ പറ്റുമോ? ആ കാലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ആര്യാമ്പയെ വിളിച്ചു, അമ്മയെന്ന് വിളിച്ചപ്പോൾ ഒന്ന് കണ്ണ് തുറന്നു, 2 തുള്ളി കണ്ണീര് വന്നു എന്നാണ്. അതോടെ കണ്ണടച്ചു. മകനെ പ്രാർത്ഥിച്ച് കിടക്കുന്ന അമ്മ ആ മകൻ വന്ന് വിളിച്ചപ്പോൾ കണ്ണ് തുറന്നൊന്ന് ചിരിച്ചു കണ്ണടച്ചു. അത് മതി. കുറച്ചു കാലം കഴിഞ്ഞപ്പം വെറുതെ ശങ്കരൻ കുത്തി കുറിച്ചതാണ്. അസ്താം താവതീയം പ്രസൂതി സമയെ ദുർവാര ശൂലവ്യഥാം നൈരുജ്യം ധനുശോഷണം മലമയി ശയ്യാജ സംവത്സരി ഏകസ്യാപിന ഗർഭഭാരഭരണ ക്ലൈശസ്യാക്ഷമോ ധാതും നിഷ്കൃതി വന്നതോവിതനയ തസ്യേ ജനന്യേ നമഃ. അമ്മേ, എത്ര കാലം എന്നെ വയറ്റിൽ പോറ്റിക്കൊണ്ട് നടന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പ്രസൂതി സമയെ ദുർവാര ശൂലവ്യഥാം, ശൂലം കൊണ്ട് കുത്തുന്നതിനേക്കാൾ കഠോരമായ വേദന അനുഭവിച്ചല്ലേ എനിക്ക് ജന്മം തന്നത്. നൈരുജ്യം ധനുശോഷണം, അമ്മയുടെ ശരീരമൊക്കെ ശോഷിച്ച് ചടച്ച് മെലിഞ്ഞ് ഭക്ഷണമൊന്നും വേണ്ട, ക്ഷീണിച്ച് എവിടെയെങ്കിലും വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ കൂടെ കിടന്നുറങ്ങുമ്പോൾ മലമയി ശയ്യാജ സംവത്സരി, എത്ര കാലം എൻ്റെ മലമൂത്രാദികളിൽ അമ്മ ഉറങ്ങി. ഇന്ന് സിനക്കി കെട്ടിക്കൊടുത്തിട്ടാണ് അമ്പലത്തിലേക്കും കല്യാണ വീട്ടിലേക്കും കിടക്കയിലേക്കും ഒക്കെ കുട്ടികളെ വിടുന്നത്. മൂത്രമൊഴിച്ചാണ്ടല്ലോ അടിച്ച് കാലിൻ്റെ മുട്ടിയാൻ പൊട്ടിച്ചാൽ എന്ന് പറയും.
മക്കൾ മൂത്രമൊഴിക്കില്ല, അപ്പിയിടില്ല, അസ്വസ്ഥരായി വളരുകയാണ്. കെട്ടിമുറുക്കിയിട്ടാണ് കല്യാണ വീട്ടിലേക്ക് വിടുന്നത്. ടെൻഷൻ കൂടുകയാണ് കുട്ടികൾക്ക്. സ്വതന്ത്രമായിട്ട് തുമ്മാനോ ചുമയ്ക്കാനോ എക്കിളിടാനോ ഒക്കെ പറ്റണ്ടേ മനുഷ്യർക്ക്? ഒന്ന് ചിരിക്കാൻ പറ്റണ്ടേ എന്ന് നേരത്തെ ഞാൻ ചോദിച്ചില്ല. എല്ലാം നമ്മൾ അവസാനിപ്പിച്ചു. മൂത്രമൊഴിക്കാൻ പോലും നമ്മൾ സമ്മതിക്കുന്നില്ല കുട്ടികളെ. നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്. ഇവിടെ വൈക്കലശ്ശേരി അതുപോലെ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ ഇല്ലേ? അമ്മമാരിന്ന് മക്കളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? പരിലാളനത്തോടുകൂടി പാട്ടുപാടി ഉറക്കുന്ന അമ്മമാരുണ്ടോ? കൈപൊക്കാൻ പറയുന്നില്ല ഞാൻ. ദേശീയഗാനം ചൊല്ലി കേട്ടിട്ട് ചിരിച്ച് 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 കാറ്റ് പോവാതിരുന്ന ആളാണ് ഞാൻ. പോകേണ്ടതായിരുന്നു. കുറേ ആൾക്കാർ ഈ ഇടയ്ക്ക് ദേശീയഗാനം ചൊല്ലി കേട്ടു. ഞാൻ ചിരിച്ച് മണ്ണ് വീണുപോയി. ജനഗണമന എന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ മംഗളദായക ജയഹേ എന്നാണ്. അപ്പോൾ മറ്റവനിങ്ങനെ മാന്തുകയാണ്. അങ്ങനെ എല്ലടാ പാടേണ്ടത്. ദേശീയഗാനം തെറ്റാതെ 52 സെക്കൻഡ് കൊണ്ട് പാടാൻ പറ്റുന്നവരുണ്ടോ എന്ന് 82 ടീച്ചേഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ അതിൽ 3 ആളാണ് കൈവക്കിയത്. ബാക്കിയുള്ളവർക്ക് ഒരു പേടി, തെറ്റിപ്പോവുക. പിന്നെ കുട്ടികളുടെ കാര്യം പറയാൻ ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത്. നമ്മുടെ DPIയിലെ ഏറ്റവും ഉന്നതനായ ആൾ തന്നെ പറഞ്ഞില്ലേ, SSLCക്കും +2നും ഫുൾ A+ നേടിയാലും കുട്ടികൾക്ക് സ്വന്തം പേരും ഒന്നും എഴുതാൻ അറിഞ്ഞുകൂടാ. അങ്ങനെയാണോ മക്കളെ മുന്നിലിരിക്കുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. പേരിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കുടി ഞാൻ ചോദിക്കുന്നില്ല, സ്വന്തം ആലോചിച്ചാൽ മതി മക്കൾ. നിങ്ങളാരും ചിരിക്കുന്നില്ല, അവിടുന്ന് വേറെ ഏതോ ഒരു ജീവി ചിരിക്കുന്നുണ്ട്. അച്ഛനെ തിരിച്ചറിയാൻ പറ്റാത്ത മക്കൾ, മക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത അമ്മയും അച്ഛനും, പിന്നെ നാട്ടുകാരെങ്ങനെ തിരിച്ചറിയും? ആത്മബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുക. ആ ശങ്കരൻ പറഞ്ഞത് ഏകസ്യാപിന ഗർഭഭാര ഭരണ ക്ലേശസ്യാക്ഷമോ ധാതും നിഷ്കൃതി ഉന്നതോ വിതനയ തസ്യൈ ജനന്യേ നമ. അമ്മയെ ഞാൻ നമിക്കുന്നു. ആ 10 മാസത്തോളം കാലം എന്നെ ചുമന്ന് നടന്നത് മാത്രം ആലോചിച്ചാൽ അതിന് ഞാൻ എന്ത് അങ്ങോട്ട് തരാൻ പറ്റും? ഒന്നും തരാനില്ല അമ്മേ. ഒരു സർജറി കൊണ്ടും മാറ്റാൻ പറ്റില്ല നമ്മുടെ പൊക്കിൾ കൊടി ബന്ധത്തിൻ്റെ അടയാളം നമ്മുടെ ശരീരത്തിലുള്ളത്. പോസ്റ്റ് മോഡേൺ സയൻസ് എത്ര വളർന്നാലും എന്ത് സർജറി വേണേ ചെയ്തോ. ഒരു സ്ത്രീയുടെ ഗർഭാശയമാണ്. ആ സ്ത്രീയെ കത്തിച്ചാലും മണ്ണിൽ കുഴിച്ചിട്ടാലും പെട്ടിയിൽ വെച്ചാലും വെള്ളത്തിൽ താഴ്ത്തിയാലും ഏറ്റവും അവസാനം ഇല്ലാതെയാവും. ഏറ്റവും അവസാനം നശിച്ചു പോകുന്നത് ഗർഭാശയമാണ്. പ്രകൃതി ശ്രദ്ധിക്കുന്നത് അതിനകത്തൊരു ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ അത് രക്ഷപ്പെടണമേ എന്നാണ്. സ്ത്രീക്ക് അത്ര പ്രാധാന്യം പ്രകൃതി കൊടുത്തിട്ടുണ്ട്. ഭാരതവും അതാണ് ചെയ്തത്. സമ്പത്തിൻ്റെ അധിദേവതയായിട്ട് നാം കൽപ്പിച്ചത് പുരുഷനെയല്ല, സ്ത്രീയെയാണ്. അറിവിൻ്റെ അധിഷ്ഠാന ദേവതയായി നാം കാണുന്നത്, പ്രാർത്ഥിക്കുന്നത് സരസ്വതിയാണ്, സ്ത്രീയാണ്. വേണ്ടാത്തതിനെ എല്ലാം ഇല്ലായ്മ ചെയ്യാൻ കരുത്തുള്ളവൾ ദുർഗയാണ്. ദുർഗ വന്നാലേ നടക്കുള്ളൂ. വിഷ്ണുവും ശിവനും വിചാരിച്ച നടക്കില്ലേ. ആ സ്ത്രീ പാർവതിയാണ്. അവളാണ് ആ കുടുംബത്തിൽ തൻ്റെ കെട്ടിയവനോട് ചോദിക്കുകയാണ്, രാമൻ്റെ കഥ പറഞ്ഞു തരുമോ അല്ലേ? ഇന്ന് ഭാര്യമാർ ഭർത്താക്കന്മാരോട് ചോദിക്കുമോ, ചേട്ടാ അയോധ്യയുടെ കഥയൊന്ന് പറഞ്ഞു തരുമോ, രാമൻ്റെ കഥയൊന്ന് പറഞ്ഞു? നീ അവിടെ അടങ്ങിയിരിക്കും. ചേട്ടനും അറിയില്ല, ചേച്ചിക്കും അറിയും, പിന്നെ മക്കൾക്ക് എങ്ങനെയാ അറിയും? ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ചേട്ടന്മാർ മുഴുവൻ ഇവിടെ ഇരിക്കുന്നവരല്ല കേട്ടോ. പൂളക്കറി ഉണ്ടെന്ന് തോന്നില്ലേ ബാക്കി അല്ലേ? അതും കൂടി കഴിച്ചിട്ട് ഞാൻ പോകും, എന്നെ പിടിച്ചു വെക്കരുതെന്ന് പറയും. സന്തോഷം പറഞ്ഞ് മാഷെ കുറച്ച് ഭക്ഷണം കഴിക്കാൻ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ. ഞാൻ സത്യം പറയുന്നു എന്നുള്ളൂ. ബിവറേജിൻ്റെ മുമ്പിലാണ് ചേട്ടന്മാരും മാമന്മാരും ഒക്കെ നിൽക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാടത്തും പറമ്പിലും പണിയെടുത്തിട്ട് 10, 800, 1000 ഉറുപ്പ്യ കൊടുത്തിട്ട് ബ്രാൻഡിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞുകൂടാ. അവിടെ പോയിട്ട് നിന്നിട്ട്
പോനാൽ പോകട്ടും പോടാ, ഭൂമിയിൽ സ്വന്തം കാലി മാറാത്തവൻ ആരടാ എന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടിയിട്ട് മുണ്ടയിച്ച് തലയിൽ കെട്ടിയിട്ട് വീട്ടിൽ പോയാൽ ഒരു സുഖമാണ്. പക്ഷേ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന് സുഖമുണ്ടാക്കുന്നുണ്ടോ, മക്കൾക്കും ഭാര്യയ്ക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും സുഖം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ഞാൻ നാരായണ ഗുരുവിൽ നിന്ന് എത്രയാ ദൂരെയാണ് നമ്മളെന്ന് പറഞ്ഞത്. അമ്മമാര് സന്ധ്യയാകുമ്പോൾ എത്തിച്ചേരുന്ന, കൃത്യനിഷ്ഠയോടെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട്. ഒറ്റ ഒന്നിനെയും വെറുതെ വിടാൻ തീരുമാനിച്ചില്ലേ. എവിടെയാ സ്ഥലം? TV-ൻ്റെ മുമ്പിലാണ്. കാടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക വല്യമ്മ. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്താ വല്യമ്മ ഒരു ദുഃഖം എന്ന് ചോദിച്ചു. സാന്ത്വനത്തിലെ ഇയാൾ ചത്തുപോയടോ. അറിഞ്ഞില്ല നിങ്ങൾ? സാന്ത്വനം എന്ന് പറയുന്നൊരു സീരിയലല്ലേ, നിങ്ങൾ കൊണ്ടുപോലും എനിക്കറിയാം. അയാൾ ചത്തുപോയ സങ്കടമാണ്. വീട്ടിലാരെയും ചത്ത സങ്കടമില്ല. ഞാനിതുപോലെ പണ്ടൊക്കെ എങ്ങനെ, ഇന്നൊക്കെ നമ്മൾ ബസ്സല്ല സ്വന്തം വണ്ടിയിലൊക്കെയാണ് വരിക. പണ്ടെവിടെയും പ്രഭാഷണത്തിനൊക്കെ പോയാൽ ബസ്സിനൊക്കെ പിടിച്ച് തൂങ്ങിയിട്ട് വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ അവിടെ ഒരു ബാർബർ ഷോപ്പുണ്ട്, ഒരു ശ്രീധരേട്ടൻ്റെ. അവിടെ കയറിയിട്ട് കുറേ പത്രം ഉണ്ടാവും, അതൊക്കെ വായിക്കും. ദേശാഭിമാനി, മംഗളവും മനോരാജ്യവും ഒക്കെ വായിച്ചിട്ടാണ് വീട്ടിൽ പോവുക, നടന്നു പോകും. ഞാൻ ചെന്നിങ്ങനെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വേലായുധേട്ടൻ കയറി വന്നിട്ട് ശ്രീധരനോട് പറയും, ശ്രീധര നമ്മളെ വിജയം മരിച്ചു പോകുന്ന തോന്നുന്ന കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിൽ കൂടെ കുറേ വിജയന്മാരിങ്ങനെ കടന്നുപോയി. ഞാൻ ചോദിച്ചു, വേലായിട്ട് ഏത് വിജയനാണെന്ന് ചോദിച്ചു. നമ്മൾ ഒന്നുമില്ല, അത് സ്ത്രീൻ്റെ അകത്തുള്ള വിജയനെ കുറിച്ച് പറഞ്ഞതാണ്. പണ്ടൊരു സ്ത്രീ എന്ന് പറഞ്ഞിട്ടൊരു സീരിയലുണ്ടായിരുന്നു, അതിലൊരു വിജയൻ ഉണ്ടായിരുന്നു. അയാൾ മരിച്ചു വന്നതിന് നമ്മുടെ വേലായിട്ടിന് ഭയങ്കര സങ്കടം. അത് ശ്രീധരനോട് പറഞ്ഞതാണ് വന്നിട്ട്. ശ്രീധരനും തലേ കൈ വെച്ചു, അയ്യോ വിജയം മരിക്കുമെന്ന് ചോദിച്ചു. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഗുണകരമാവുന്നത് എന്താ? അവിടെയാണ് ശിവരാത്രിയെ നമ്മൾ കാണേണ്ടത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ത്രിത്വങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തിനെ മൂന്നാക്കി ഭാഗിച്ചിരിക്കുകയാണ്. എനർജിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ സ്കൂളുകളിലൊക്കെ? അധ്യാപകരുണ്ടാവും, ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും, ലെക്ചർമാരുണ്ടാവും. കാന്തികോർജമായിട്ടും വൈദ്യുതോർജമായിട്ടും പ്രകാശോർജമായിട്ടും ഒക്കെ അതിനെ മാറ്റി 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 നമ്മൾ പറയുന്നു. പക്ഷേ ഊർജം ഒന്ന് മാത്രമാണ്. ഏകം സത്ത് വിപ്രാഹ ബഹൂദാ വദന്തി. ഒരൊറ്റ സത്ത് മാത്രമേ ഉള്ളൂ, ഒരു സത്യം മാത്രമേ ഉള്ളൂ. ആ സത്യത്തിനെ പലതായിട്ട് പഠിക്കാം. വിപ്രാഹ, പണ്ഡിതന്മാര്, അധ്യാപകര് പലതായിട്ട് പറയുന്നു എന്ന് മാത്രം. ഈ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒന്ന് തന്നെയാണ്. പ്രപഞ്ചത്തിലെ അനാദിയായ ചൈതന്യം, അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഐശ്വര്യത്തിൻ്റെ തനിമ, പോസിറ്റീവ് എനർജി. അതിൻ്റെ ക്രിയേറ്റീവ് ഭാഗത്തിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. ബ്രഹ്മാവുണ്ടോ പ്രപഞ്ചത്തിൽ? ഉണ്ട്. വേനൽക്കാലത്തും ഉണ്ടാവുന്ന ചെടികളില്ലേ, തേർക്കട എന്നൊക്കെ പറഞ്ഞ് വേനൽ പച്ച എന്നൊക്കെ പേര് കൊടുക്കുന്ന ചെടികളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പരിചയമുണ്ടാവും. ധാരാളം ചെടികളുണ്ട്. വേനൽക്കാലത്ത് മാത്രം മുളയ്ക്കും, മഴ പെയ്തപ്പം പോവും. മഴക്കാലത്ത് മാത്രം മുളയ്ക്കുന്നതും പൂവിടുന്നതും കായിടുന്നതുമായ ധാരാളം ചെടികളുണ്ട്. നല്ല മധ്യവേനൽ മാത്രം പൂക്കുന്ന കൊന്ന പോലെയുള്ള, വാഗ പോലെയുള്ള വൃക്ഷങ്ങളുണ്ട്. അതുവരെ പൂക്കില്ലേ, ചൂട് കിട്ടിയാലേ ഒരു പൂക്കൂ. ഇങ്ങനെ പല കാലങ്ങളിൽ പലതായിട്ട് വരുന്ന ആ ക്രിയേറ്റീവ് എനർജി ഉണ്ടല്ലോ, അതിന് വെറുതെ നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മ തത്വം നമ്മളിലെല്ലാം ഉണ്ട്, സകല ജീവജാലങ്ങളിലുമുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നതാണ്. ഈശ്വരൻ സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിലുണ്ട്. ഗീത പഠിക്കണം നമ്മൾ. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ലോകമാകുന്ന ലോകങ്ങളിലൊക്കെ ഈശ്വരനുണ്ട് മക്കളെ. ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആദ്യത്തെ വലിയിലെ ആദ്യത്തെ ശ്ലോകം. ആ ഈശ്വരന്റെ പ്രിസർവിങ് എനർജിയാണ് ഈ കാണുന്ന, നിലനിർത്തുന്ന ഒരു ചൈതന്യമുണ്ട്. എല്ലാത്തിനെയും പരിപാലിച്ചു നിൽക്കുന്ന ഓക്സഡൈസ് പവർ, അതാണ് വിഷ്ണു. വിശ്വം വിഷ്ണു വശൽക്കാരം എന്ന് വിഷ്ണുവിനെ കുറിച്ച് പുരാണങ്ങളിലൊക്കെ പറയുന്നു. സഹസ്രനാമത്തിലും വിഷ്ണു പുരാണത്തിലുമൊക്കെ പറയുന്നു. വിഷ്ണു ഉണ്ടോ? ഉണ്ട്. ഇതാണ്
ഈ എറ്റേണൽ എനർജിയുടെ പ്രിസർവിങ് പാർട്ടാണ് വിഷ്ണു എന്ന് പറയുന്നത്. അത് നമ്മളിലൊക്കെ ഉണ്ട്, അതില്ലെങ്കിൽ നമ്മളില്ല. അതാണ് ഈശ്വരനും നമ്മളും തമ്മിലുള്ള ബന്ധം. അഹം ബ്രഹ്മാസ്മി, എന്നിൽ തന്നെ ഞാൻ തന്നെ, എൻ്റെ ആത്മൻ തന്നെയാണ് ബ്രഹ്മം എന്ന് വേദങ്ങൾ പറയുന്നത്. തദ്ത്വമസി, അത് തന്നെയാകുന്നു നീ, അത് നിന്നിലുണ്ട്. അയമാത്മ ബ്രഹ്മ സർവം ഖലിതം ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, എല്ലാം ബ്രഹ്മത്താൽ നിറഞ്ഞിരിക്കുന്നതാണ്. ഈശ്വരൻ പലതല്ല കേട്ടോ. നെക്സ്റ്റ് വൺ ഡീകമ്പോസിങ് പവറാണ്. പ്രപഞ്ചത്തിൽ യാതൊന്ന് ക്രിയേറ്റീവായോ യാതൊന്ന് പ്രിസർവായോ അവിടെ നിൽക്കുന്നില്ല, അത് ഡീകമ്പോസ് ആവുന്നു. നാളെ നമ്മൾ ആരും ഉണ്ടാവില്ല, നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഓൺലി എ ചേഞ്ച്, ഇറ്റ്സ് നോട്ട് എ ഫുൾ സ്റ്റോപ്പ്. മരണം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ വിരാമമല്ല, ഒരു മാറ്റം മാത്രമാണ്. ഭയപ്പെടണ്ട, മരണത്തെ ഭയപ്പെടണ്ട, മരണത്തിനെ അസ്വസ്ഥപ്പെടണ്ട, മരണത്തിൽ ദുഃഖമുണ്ടാവേണ്ട, മരണത്തിൽ വേവലാതിയും വേദനയും ആശയും ആശങ്കയും ഉണ്ടാവേണ്ട. മരണത്തിൽ ആശ്വസിക്കുക. ആത്മഹത്യയല്ല, സ്വാഭാവികമായ പരിണാമത്തിൽ. മരണത്തിൽ നിങ്ങൾക്ക് ദുഃഖമാണ് ഉണ്ടാവുന്നത്, മരണത്തിൽ വിഷമമാണ് ഉണ്ടാവുന്നത്. സ്വന്തക്കാർ മരിച്ചു, അയ്യോ എൻ്റെ അച്ഛൻ, ഞാൻ വിചാരിച്ചു എൻ്റെ അച്ഛനും അമ്മയും നിൽക്കില്ല. അച്ഛൻ പോയി, വലിയ ദുഃഖം ഉണ്ടാവും. അമ്മ പോയി, വലിയ ദുഃഖം ഉണ്ടാവും. ഞാൻ ചിന്തിച്ചു, അച്ഛനും അമ്മയും അച്ഛനും അമ്മമ്മയും അമ്മമ്മയുടെ അമ്മമ്മയും അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ എല്ലാവരും ജീവിച്ചിരുന്നെങ്കിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ? ഇവിടെ ഭക്ഷണം ഉണ്ടാകുമായിരുന്നു, വെള്ളം ഉണ്ടാകുമായിരുന്നു, സ്വസ്ഥത ഉണ്ടാകുമായിരുന്നു. നമ്മളൊക്കെ തമ്മിലടിച്ച് നശിച്ചു പോയി. പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഈ പ്രാപഞ്ചികമായിട്ടുള്ള ചൈതന്യത്തിൻ്റെ ക്രിയ വിക്രസുകൾ നടക്കണം. ഇറ്റ് ഈസ് ഓൺലി എ ചേഞ്ച്, അതൊരു മാറ്റം മാത്രമാണ്. നമ്മൾ അടുത്ത ഒരു ജന്മത്തിലേക്ക് മാറുകയാണ്. അതാണ് ഭാരതം പറയുന്നത്. സ്നേഹവും ത്യാഗവും സമർപ്പണവും വേണം. സ്വാമി വിവേകാനന്ദൻ പറയുകയാണ്, സ്നേഹം, സേവനം, ത്യാഗം, സമർപ്പണം, ഈ 4 കാര്യങ്ങൾ ഇല്ലാതെയായാൽ നമ്മുടെ ഭാരതം വെറും ഒരു വട്ടപൂജ്യമായി മാറും. ത്യാഗത്തിൻ്റെ പ്രതീകമാണ് ശിവൻ. രാമായണം പാടിക്കൊടുത്ത ബ്രഹ്മാവിൽ നിന്നാണ് രാമായണം വന്നത്. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, വായിച്ചുള്ളവർക്ക് ഓർമ്മയുണ്ടാവും. ആ ബ്രഹ്മാവിൽ നിന്ന് വന്ന 100 കോടി ഗ്രന്ഥങ്ങളായിരുന്ന രാമായണത്തെ ചുരുക്കി സ്വന്തം ഭാര്യയ്ക്ക് പാർവതിക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ പാർവതിയും ശിവനും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? കൊക്കക്കോളയിൽ വിഷം കലക്കി കൊടുക്കുന്ന ബന്ധമല്ല. ഇന്ന് കാമുകൻ കാമിനിക്കും കാമിനി കാമുകനും കലക്കി കൊടുക്കുന്ന കഷായത്തിലാണ്. ഇവനങ്ങ് പണ്ടാരടങ്ങിയ നമുക്ക് അടുത്തവൻ്റെ കൂടെ പോവാമല്ലോ. അങ്ങനെയാണല്ലോ ജയിലിൽ വെച്ച് തൂങ്ങി മരിച്ച സൗമ്യ ചെയ്തത്. വേറെ കാമുകൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ എലിവിഷം കലക്കി കൊടുത്തത്. സൗമ്യ കെട്ടടങ്ങിയത് കൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറഞ്ഞത്. പല ആളുകൾ ഇങ്ങനെ കെട്ടടങ്ങാതെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അവരുടെ സന്തോഷത്തിന് വേണ്ടി. സന്തോഷം കിട്ടിയോ ചോദിച്ചു നോക്കുക, അടുത്ത് പോയിരുന്നിട്ട്. ഞാൻ ജയിലിലുള്ള ആളുകളെയൊക്കെ പോയി കണ്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്തത്, എന്തിനാ ചെയ്തതെന്ന്. ചെയ്ത് കുറച്ചു കാലം കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ജീവിതത്തിനെ കുറിച്ചൊരു ബോധ്യമില്ല. ഇന്ന് ഖഞ്ചാവും ചരസും ഭംഗും ഹാഷിഷും ബ്രൗൺ ഷുഗറും തുടങ്ങി MDMA വരെ എത്തി നിൽക്കുമ്പോൾ ഇത് കച്ചവടം നടത്തി എങ്ങനെയും കാശുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവമ്പാടിയിലുള്ളൊരു യുവതിയാണ് 2 യുവാക്കന്മാരുടെ കൂടെ പിടിക്കപ്പെട്ടത് MDMA-യുമായി. ന്യൂസ് കണ്ടില്ലേ? കുന്നമംഗലത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ, അവിടെ 3-4 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ഏത് സ്കൂളാണെന്ന് ഞാൻ പറയുന്നില്ല, ഏത് കുട്ടികളാണെന്നും പറയുന്നില്ല. 8ാം ക്ലാസ്സിലെ 8 പെൺകുട്ടികളാണ് MDMA-യുടെ കരിയർമാരായിട്ട് മാറിയത്. 10 വയസ്സ് പോലും ആവാത്ത ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെടുന്നു. മക്കളെ, ലോകത്തിലെ 143 കോടി ജനതയുടെ ഭാരതത്തിൽ 23% യുവതി യുവാക്കന്മാരാണ്. അവരിതിന് വഴിപ്പെട്ട് 5 കൊല്ലം കൊണ്ട് നിങ്ങളുടെ എല്ല് വരെ ദ്രവിച്ച് നാശമായിട്ട്
ഇനി അതിനിടയ്ക്ക് നിങ്ങൾക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ, മക്കളുണ്ടായി കഴിഞ്ഞാൽ വരുന്ന തലമുറ ഇന്ന് കാസർഗോഡ് ആ എൻഡോസൾഫാൻ അനുഭവിക്കുന്നതിനേക്കാൾ ദുരിതമായ ജീവിതമായിട്ട് കണ്ണും ചെവിയും കേൾക്കാതെ ഓട്ടിസം പോലെയുള്ള മാരകമായിട്ടുള്ള അവസ്ഥകളുമായിട്ട് ഈ ഭൂമുഖത്ത് ജീവിക്കും. ഞാൻ പറയുന്നത് മനസ്സിൽ വരച്ചു വെച്ചോളൂ നിങ്ങൾ കേരളം എങ്ങോട്ട് പോകുന്നു എന്ന്. 25-50 കൊല്ലം കഴിഞ്ഞാൽ ഒരു മറുമരുന്നുമില്ലാതെ ബുദ്ധിശൂന്യരായ ജനത നമ്മുടെ നാട്ടിലൂടെ നടക്കുന്നത് കാണാം. അവിടെയാണ് ശിവരാത്രിയുടെ പ്രാധാന്യം. ഒരു നേരത്തെ, ഒരു ദിവസത്തെ ഭക്ഷണമെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ നമുക്ക്? ഭക്ഷണം കഴിച്ച് രോഗികളായിട്ടുള്ളവർ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. ചായ കൊണ്ടുവരുമ്പോൾ എന്നോട് ചോദിക്കുക, ഇവിടുന്ന് മധുരം നിങ്ങൾ ഇട്ടോളൂ എന്ന് പറയും ഞാൻ. കാരണം അത്യാവശ്യം വ്യായാമം ചെയ്യുന്നതുകൊണ്ട്, നടക്കുന്നതുകൊണ്ട്. പ്രഭാഷണങ്ങളൊന്നുമില്ലെങ്കിൽ ഉറപ്പാണ് ദിവസം 7 കിലോമീറ്റർ നടക്കും ഞാനും മക്കളും കൂടി. വെറുതെ കഥയും പറഞ്ഞ് നടക്കും, പലതും ചോദിക്കുകയും പറയുകയും ചെയ്യും. നമുക്ക് സമയം കിട്ടുമല്ലോ. മറ്റത് അച്ഛന് മക്കളെ അറിയില്ല, മക്കൾക്ക് അച്ഛനെ അറിയാണ്ടായി പോവില്ലേ? ഒരു ചെറിയ 4-5 വയസ്സേ ആയിക്കുള്ളൂ. അവൻ ഓടി അടുക്കളയിൽ വന്നിട്ട് രാവിലെ അമ്മേനോട് ചോദിക്കും, അമ്മേ നമ്മളെ കട്ടിൻ്റെ മുകളിൽ ആരാ കിടക്കുന്നത്? അച്ഛനാടാന്ന് പറഞ്ഞു. 3 ആഴ്ച വരെ കണ്ടിട്ടില്ലല്ലോ, പേടിയായി വന്നു. ഒരു ബന്ധവുമില്ല. അച്ഛനെപ്പോഴെങ്കിലും വരുന്നു, അമ്മ എന്തൊക്കെയോ ചെയ്യുന്നു. അമ്മയും വാതിലടച്ചിട്ട് വെറ്റിലയിൽ നൂറ് തേക്കുന്നു, മോളത്തെ നിലയിൽ മാന്തിക്കൊണ്ടിരിക്കുന്നു, മറ്റും വേറെ ഏതോ കല്ലിൻ്റെ പുറത്ത് പോയിട്ട് മാന്തിക്കൊണ്ടിരിക്കുന്നു, ആരെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നു, പലതും കണ്ടുകൊണ്ടിരിക്കുന്നു. ഷുഗർ ഉള്ളവർ അത് മാന്തിയിട്ട് ഷുഗർ മാറാനുള്ള മരുന്ന്, എന്നാൽ അത് നോക്കിക്കളയാം. നല്ല ഡോക്ടർമാരുണ്ട്, അവരെ പോയി കണ്ടാൽ മതി. ഇത് മാന്തിയിട്ട് നോക്കണ്ട. ഇത് മാന്തിയാൽ നിങ്ങളെവിടെ എത്തുകയെന്നറിയാം. നിങ്ങൾ ഇപ്പം കയ്യിൽ ഗൂഗിൾ എടുത്തോ, കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ശങ്കരാചാര്യരുടെ നിർവാണ ഷഡ്കം ഇത് പഠിച്ചു നോക്കുക. ശങ്കരൻ പറയും നമ്മളെന്താണ്, നാഥനാണ്, ശിവനാണെന്ന് പറയും. ആ ശങ്കരൻ മോഹമുദ്ഗരം എന്ന് പറഞ്ഞിട്ടൊരു 32 ശ്ലോകങ്ങൾ, 32 16 ശങ്കരൻ എഴുതിയ, 16 ശിഷ്യന്മാരെഴുതിയതാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇതിന് ഭജഗോവിന്ദം എന്നൊരു പേരും കൂടെയുണ്ട് മോഹമുദ്ഗരത്തിൻ്റെ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകുറിഞ്ഞു തരണേ എന്ന ശ്ലോകത്തിന് ഗൂഗിള് വിക്കി ഗ്രന്ഥശാല കൊടുത്തിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കണേ ഹിന്ദുക്കള്. എടാ വിഡ്ഢി, നീ ഗോവിന്ദനെ ഭജിച്ചിട്ട് ഒരു കാര്യവുമില്ല, ജീവിതത്തിൽ നന്നാവില്ല എന്നാണ്. ഈ ഗൂഗിള് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് പലതും. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വന്നു നോക്കുക. പലതും തെറ്റാണ്. വേദങ്ങളെക്കുറിച്ച്, ഉപനിഷത്തുകളെക്കുറിച്ച്, മഹാഭാരതത്തെക്കുറിച്ച്, മഹത് വ്യക്തികളെക്കുറിച്ച്, ഗ്രന്ഥങ്ങളെക്കുറിച്ച്, എന്തിന് പുസ്തകങ്ങളായിട്ട് അടിച്ചിറങ്ങിയിട്ടുള്ള 3 പുസ്തകത്തിൽ 3 തരത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചതിൻ്റെ വർഷം കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കൊരു അധ്യാപകൻ എന്നോട് ചോദിച്ചു, ചിങ്ങമാസത്തിൽ ജനിച്ചിട്ട് കന്യമാസത്തിൽ മരിച്ചുപോയോ മൂപ്പര്? അങ്ങനെയാണല്ലോ നാരായണ ഗുരുദേവൻ്റെ. എന്താണെന്നറിയോ, നാരായണ ഗുരുദേവൻ്റെ ജയന്തിക്കും സമാധിക്കും സ്കൂളിന് അവധി. അതുകൊണ്ട് കുട്ടികളും പഠിക്കൂല, അധ്യാപകരും പഠിക്കൂല. അന്ന് ഓഫാ. അതുകൊണ്ടാണ് അബ്ദുൽ കലാംജി പറഞ്ഞത്, ഞാൻ ജനിച്ചാലും മരിച്ചാലും അതൊന്നും സ്കൂളിന് അവധി കൊടുക്കണ്ട, അല്ല എന്നെക്കുറിച്ച് വേണേൽ അവർ പഠിച്ചോട്ടെ, അല്ലെ വേറെ ആരെങ്കിലും കുറിച്ച് പഠിച്ചോട്ടെ, സ്കൂൾ തുറക്കണം. മക്കളെ സ്കൂൾ അവധി കിട്ടുന്നത് സന്തോഷമായിരിക്കും നമുക്ക്. ഒരു 10, 25, 50 കൊല്ലം കഴിഞ്ഞ സ്കൂൾ തുറക്കുകയില്ല. കാരണം ഇന്നത്തെ എല്ലാ മഹാന്മാരുടെയും പേരിൽ അവധി കൊടുക്കണ്ടേ, എല്ലാ മന്ത്രിമാരുടെയും പേരിൽ അവധി കൊടുക്കണ്ടേ, എല്ലാ രാഷ്ട്രീയക്കാരൻ്റെയും പേരിൽ അവധി കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ പാർഷ്യാലിറ്റി ആയി പോവില്ലേ? എല്ലാ പ്രധാനമന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും ഒക്കെ പേരിൽ അവധി കൊടുത്താലോ? അവധികൾ പിൻവലിക്കണം. 200 വർക്കിംഗ് ഡേയ്സ് വേണമെന്ന് പറയുന്ന സ്കൂളുകളിൽ 150 പോലും തികയില്ല. പല അവധികളാണ്. അവധികളൊക്കെ പിൻവലിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികൾക്ക് അവിടെ നിന്ന് കളിക്കുകയും ചിരിക്കുകയും ചെയ്യാനുള്ള സമയം കിട്ടുമല്ലോ. ഒന്നുമില്ലെങ്കിൽ പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, എങ്ങനെ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കുട്ടികളെ പഠിപ്പിക്കുന്നത് പീഡിപ്പിച്ചിട്ടും കണ്ടുപിടിച്ചിട്ടുമാണ്. LKG പഠിക്കുന്ന കുട്ടികളെ പോലും അല്ലേ മോനെ മുന്നിലിരിക്കുന്നു. എന്താടാ പഠിക്കാത്തത്? നീ LKGയിലാണ് പഠിക്കുന്നത്, ഓർമ്മയുണ്ടാവും. ഞാൻ LKGയിലാണ് പഠിക്കുന്നതില്ലേ എൻ്റെ അമ്മേ. സ്കൂളിൽ പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്കൂളിലൊന്നും പോകാത്ത ആളുകളെ കുറേയൊക്കെ നന്നായി പോയത്. അമൃതാനന്ദമയ്ക്ക് 120ഓളം ഭാഷകൾ സംസാരിക്കാൻ അറിയാം. PhD കഴിഞ്ഞ ആൾക്കാർക്ക് മലയാളം പോലും നന്നായിട്ട് അറിഞ്ഞുകൂടാ. എഴുത്തച്ഛൻ്റെ രാമായണത്തിലാണ് PhD എടുത്തത്, പക്ഷേ എഴുത്തച്ഛൻ ആരാന്നുള്ളത് അറിയില്ല.
എന്നിട്ട് എഴുത്തച്ഛനെ കുറിച്ച് പലതും എഴുതിയപ്പോഴാണ് അന്ന് NN കക്കാട് എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു, കോഴിക്കോട് ജില്ലക്കാരനാണ്, കൂട്ടാലിയുടെ അവിടെ നല്ലൂരുകാരൻ. അയാൾ ചെറ്റകളുടെ പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. കേട്ടിട്ടുള്ളവരോ വായിച്ചിട്ടുള്ളവരോ ഉണ്ടാവും. ചെറ്റകളല്ലോ നീയും ഞാനും പരികരികത്തിരി ഇത്തിരി പരദൂഷണ ലഹരിയിൽ നാണമൊരിഞ്ഞൊന്ന് തുടിച്ചു കുളിക്കാം എന്ന് തുടങ്ങിയിട്ടാണ് പാടുന്നത്. എത്ര അധപ്പതിച്ചു പോയ എഴുത്തുകാർ നമ്മുടെ കേരളത്തിലുള്ളൂ. ശിവനെയും വിഷ്ണുവിനെയും രാമനെയും കൃഷ്ണനെയും ഒക്കെ പറഞ്ഞാൽ, നേരത്തെ ശശിയെന്ന് ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തു പോയി. ശശി എന്ന് പറയുന്ന പേര് മോശമാണ് അല്ലേ? അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ലേ ഇടക്കാലത്ത്? എന്തോ ശശി, അയ്യേ ശശി, എൻ്റെ പേര് ശശി അല്ലേ? നിങ്ങളുടെ പേര് മാത്രമേ മോശമാവുള്ളൂ, ബാക്കി എല്ലാ പേരുകളും നല്ല പേരുകളാണ്. വേറെ ആരെയും മോശമായിട്ട് പറയില്ല. അമ്പലത്തിൽ വന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടും, പൂവ് കിട്ടും, ചന്ദനം കിട്ടും. തുളസി പൂവുണ്ടാവും, ചെമ്പരത്തി പൂവുണ്ടാവും. ചന്ദനമൊക്കെ ലേപനം ചെയ്ത് തുളസിപ്പൂവും ചെമ്പരത്തിയും ചെവിയിൽ വെച്ച് നടക്കുമ്പോൾ പറയും, അവനിപ്പോൾ ചെവിയിൽ ചെമ്പരത്തി പൂവും വെച്ച് നടക്കുകയാണ്. ചെവിയിൽ ചെമ്പരത്തി പൂവും വെച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവന് ഭ്രാന്താണ്. അമ്പലത്തിൽ വരുന്നവന് ഭ്രാന്താണ് എന്ന് പഠിപ്പിച്ചു കേരളം. ഇന്ന് കേരളം മുഴുവൻ ഭ്രാന്തായി. വിവേകാനന്ദ സ്വാമികൾ പുനരവതരിക്കട്ടെ. അന്ന് പറഞ്ഞിരുന്നത് എങ്ങനെയാ കേരളം ഭ്രാന്താലയമാണെന്ന് അത് പഠിച്ചോളൂ നിങ്ങൾ. സാഹിത്യ സർവസ്വ മേളാമ്പാളിയത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സംസ്കാരം അറിയാതെ, ദേശീയത എന്തെന്നറിയാതെ, പിതൃത്വം എന്തെന്നറിയാതെ, മാതൃത്വം എന്തെന്നറിയാതെ പലതിൻ്റെയും പിന്നിൽ പറന്നു പോകുന്ന ഈ ഭാരതീയർ, അവരിൽ കേരളീയർ പ്രധാനരായിട്ട് അവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, മതപരിവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് തോന്നുന്നു. അതിൻ്റെ പിന്നിലുള്ളത് പറയില്ല. കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞല്ലോ വിവേകാനന്ദൻ എന്ന് മാത്രമേ പറയുള്ളൂ. നമ്മൾ വായിക്കണം, ഇതൊക്കെ വായിക്കണം. ഇന്ന് നമുക്കെല്ലാം കൈക്കുടന്നയിൽ കിട്ടും. ഒക്കെ വായിച്ചു നോക്കൂ, ശരിയാണോ? കള്ളത്തൻ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റൂല. ആ ശിവൻ ദേവന്മാരും അസുരന്മാരുമായിട്ട് പാലാഴി കടയേണ്ടി വന്ന ഒരവസരത്തിൽ ദുർവാസാവിൽ നിന്നും ശാപമേറ്റ്, കഥ ഞാൻ പറയുന്നില്ല, പിരിച്ച് ജരാനരകൾ ബാധിച്ച് നശിച്ചു പോവും. നമുക്കൊക്കെ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ദുർവാസനകൾ നമ്മളെ ശപിക്കും. നമ്മളെ മനസ്സിന് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാവുന്നത് നമ്മൾ വേണ്ടാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാലാണ്. എപ്പോൾ നമ്മൾ കക്കുകയോ പിടിച്ചു പറിക്കുകയോ കൊല്ലുകയോ ചെയ്തോ അതോടുകൂടി നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ചോദിച്ചു നോക്കൂ, നിങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളോട് ചോദിച്ചു നോക്കൂ. അതിനുശേഷം അവർക്ക് ഉറക്കം നഷ്ടപ്പെടും. സ്വയം മരിക്കാൻ പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തവന് 25-40% പൊള്ളലേറ്റതെങ്കിൽ വേണമെങ്കിൽ അവൻ പറയാം, എന്നെ പെട്രോൾ ഒഴിച്ച് തീപ്പെട്ടി ഉരച്ച് വെച്ചത് ആ വീട്ടുകാരനാണെന്ന് പറയാം. മരണത്തിൻ്റെ തൊട്ടടുത്ത് വെച്ചിട്ട് അവൻ മരിക്കാൻ 100% പൊള്ളലേറ്റ് മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ മരണമൊഴിയെടുത്താൽ അവൻ പറയും, ഞാൻ സ്വയം ചെയ്തതാണ്. ആത്മാവിന് സത്യം പറയാൻ മാത്രമേ ആഗ്രഹമുള്ളൂ. സത്യത്തോട് മാത്രം കൂറുള്ള ഒരാത്മനാണ് നമ്മുടെ ഉള്ളിലുള്ളത്. മറന്നുപോയത് മക്കളെ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ മനസ്സിൽ കിടന്ന് മനസാക്ഷി കുത്തുകളായിട്ട് രോഗങ്ങളായിട്ട് മാറും. അതാണ് പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന് സഹസ്രയോഗം പഠിപ്പിക്കുന്നത് ആയുർവേദത്തിൽ. അവനവൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് എഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിന് പഠിക്കണം? എങ്ങനെ പഠിക്കണം? ഈ ലോകത്തിന് നന്മ കൊടുക്കാൻ, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാൻ, ഇവിടെ സേവനം ചെയ്യാൻ, അവർക്ക് വേണ്ടി സകലം ത്യജിക്കാൻ. ത്യജേ ദേഹം കുലസ്യാർത്ഥി. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ ശരീരം ത്യജിക്കണം, കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം. തൻ്റെ സുഖം മാത്രം നോക്കിയിട്ട് ബിവറേജിൽ പോയിട്ട് കാവല് നിൽക്കരുത്. അത് കുടുംബത്തിന് ഗുണം ചെയ്യുന്നത്. ഗ്രാമസ്യാർത്ഥേ ത്യജേ കുലം അല്ലേ? ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നു. ഈ ഗ്രാമത്തിന് വേണ്ടിയിട്ട് തൻ്റെ വ്യക്തിതലം മാത്രമല്ല തൻ്റെ കുടുംബത്തെ പോലും ത്യജിക്കാൻ തയ്യാറാവുമ്പോഴാണ് ശരിയായ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ജനിക്കുക.
എവിടെയൊക്കെ ജനിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ജീവിക്കുന്നവർ ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും, എല്ലാ മതത്തിലുമുണ്ട്. പക്ഷെ എത്ര വിരളമാണ് എന്ന് മാത്രമേ ഉള്ളൂ വിഷയം. ഗ്രാമം ജനപദസ്യാർത്ഥേ, ആ ഗ്രാമം ഈ നാടിന് വേണ്ടിയിട്ട് ത്യജിക്കാൻ തയ്യാറാവും. ഈ നാട് നശിക്കരുത്. ഈ നമ്മുടെ ഗ്രാമം നശിച്ചു പോയാൽ നാട് മുഴുവൻ നിലനിൽക്കണം. ആത്മാർത്ഥയെ പൃഥ്വിയിൽ ചെയ്ത് ഈ ഭൂമി തന്നെ നശിച്ചു പോയാലും ഈ പ്രപഞ്ചത്തിൻ്റെ ആത്മതത്വം നശിക്കരുത്, ഇനിയും ഇവിടെ ജന്മാന്തരങ്ങൾ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച സുഭാഷിതികളായിരുന്നു ഭാരതത്തിലെ ഋഷീശ്വരന്മാർ. അതാണ് ജരാനരകൾ പോവാൻ സ്വന്തം മനസ്സിലുള്ള നമ്മളിലേക്ക് എടുത്താൽ നമ്മുടെ ദുർവാസനകൾ നമ്മളെ ശപിക്കുമ്പോൾ നമ്മൾക്ക് ജരാനരകൾ വരും, അസ്വസ്ഥത വരും, ടെൻഷൻ വരും, സ്ട്രെസ് വരും, സ്ട്രെയിൻ വരും. അത് മാറണമെങ്കിൽ നമ്മുടെ മനസ്സാകുന്ന പാലാഴിയിൽ മനസ്സിനെ ധരിക്കുന്ന വികാര വിചാരങ്ങൾ, അതാണ് മന്ധര. നമ്മളിപ്പോൾ മലയാളത്തിൽ മന്ധര എന്നാണ് എഴുതാറുള്ളത്. മന്ധര എന്നാണ് എഴുതേണ്ടത്. മനസ്സിനെ ധരിക്കുന്നത് യാതൊന്നാണോ അതാണ് ഇമോഷൻസ് ആൻഡ് തോട്ട്സ്. അത് വെച്ചുകൊണ്ട് ആ മന്ധരയെ കടകോലാക്കിയിട്ട് നമ്മുടെ വാസനകളാവുന്ന ദുർവാസനകളും സദ്വാസനകളുമാവുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് ഭാഗത്ത്, അതാണ് ദേവാസുരന്മാർ. വാസുകി, വാസനകളാകുന്ന ദുർവാസനയും സദ്വാസനയുമാകും. അങ്ങനെ കടഞ്ഞെടുക്കുമ്പോൾ ആദ്യം പ്രലോഭനങ്ങൾ വരും. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുമ്പോൾ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞിട്ട് യോഗയിലൂടെയൊക്കെ പറയാം. അഷ്ടാംഗ മാർഗത്തിൽ യോഗ പറയുന്നില്ലേ, യമനിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധി എന്ന്. യമം സ്വയം അടങ്ങുക, അഹിംസ, സത്യമസ്ഥേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം, ഈ 5 ചേരുന്നതാണ് യമം. ഇതുപോലെ 5 ചേരുന്നതാണ് നിയമം. പിന്നെ യോഗാസനത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ യമത്തിൽ നമുക്ക് ആ യമത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ പ്രലോഭനങ്ങൾ വരും. അപ്പൊ ശിവരാത്രിയിൽ ഇന്ന് നമ്മൾ ഉറക്കൊഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വയം വധിക്കണം. ഞാൻ എന്തൊക്കെ നല്ലത് ചെയ്തു, എന്തൊക്കെ വേണ്ടാത്ത, ആരോടും പറയേണ്ട, ആരോടും ചോദിക്കുകയും വേണ്ട, കുറ്റപ്പെടുത്തുകയും വേണ്ട, സ്വയം ചോദിക്കുക. എന്നിട്ട് മനസ്സിനെയും മന്ധരയാകുന്ന മനസ്സിനെ ധരിക്കുന്ന വികാര വിചാരങ്ങളെ വെച്ചുകൊണ്ട് നമ്മുടെ വാസനകളെ കൊണ്ട് കസക്കിയെടുത്തിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയമായ തനിമയെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആദ്യം പ്രലോഭനങ്ങൾ ഉണ്ടാവും. ഉച്ചൈസ്രവസ്സുകളും ഐരാവതങ്ങളും നവരത്നങ്ങളും ഒക്കെ വരും. അതിനെ ഒന്നും സ്വീകരിക്കരുത്. പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടുന്നവന് ഈശ്വരനാവാൻ പറ്റില്ല. ഈശ്വരീയത നമ്മളിലുണ്ട്. അത് കഴിഞ്ഞാൽ പ്രകോപനം വരും. നീ ഞങ്ങൾക്ക് വഴിപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രകോപനം വരും. അതാണ് കാളകൂടം അല്ലെങ്കിൽ ആലാഹലം. പക്ഷേ ആ കാളകൂടം ഒരു തുള്ളി മതി, അരത്തുള്ളി മതി, ഒരു തരുമ്പ് മതി ലോകത്തിൽ വീണ് കഴിഞ്ഞാൽ. നമ്മൾ വിചാരിക്കും അങ്ങനെയുണ്ടോ, ഒരു ഇത്തിരി കൊണ്ട് ലോകം മുഴുവൻ നശിച്ചു പോകും, അങ്ങനെയുണ്ടോ, അങ്ങനെ ഒരു വിഷമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഒരു പുരുഷന്റെ ബീജത്തില് ഒരു സൂചിത്തുമ്പ് കൊണ്ട് കുത്തിയിട്ട് ആ സൂചിത്തുമ്പിന്റെ മുനയിൽ ഇരിക്കുന്ന ആ ബീജത്തുള്ളിയില് കോടിക്കണക്കിന് മനുഷ്യരുണ്ട് എന്നാണ് പോസ്റ്റ് മോഡേൺ സയൻസ് പറയുന്നത്. അപ്പൊ നോക്കൂ ഇതിന്റെ അത്ഭുതം, പ്രപഞ്ചത്തിന്റെ അത്ഭുതം നോക്കുക. അനാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്യസംഭവ യജ്ഞാദ്ഭവന്തി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ എന്ന് ഗീത പറയുന്നു. അന്നത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടാവുന്നത്. ആ ഭക്ഷണത്തിലൂടെ, വെള്ളത്തിലൂടെ, വായുവിലൂടെ എല്ലാ ജീവികളും, മനുഷ്യർ മാത്രമല്ല സകലരും ആർജിച്ചെടുക്കുന്ന തനിമയിൽ നിന്നാണ് അടുത്ത തലമുറയുണ്ടാവുന്നത്. അതേപോലെ ഈ പ്രപഞ്ചത്തില് ചില വിഷമുണ്ട്. ആ വിഷം വരും, അത് MDMAയുടെയും അപ്പുറത്തേക്ക് വരും. അടുത്ത പുതിയത് വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇവിടെ തീരുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള വിഷം ഒരത്തുള്ളി, ഒരു തരിമ്പ് ഇവിടെ വീണാൽ ലോകം മുഴുവൻ ഇല്ലാതെയാവും. മനുഷ്യകുലം മാത്രമല്ല, യാദവകുലം തമ്മിലടിച്ച് മരിക്കുന്നില്ലേ? ഭാഗവതം വായിച്ചവർക്ക് ഓർമ്മയില്ലേ? എല്ലായിടത്തും തമ്മിൽ കുത്തിമരിച്ചതാണ് ഭഗവാൻ കൃഷ്ണന്റെ കുടുംബം. ഭഗവാൻ അറിയാമായിരുന്നു. അങ്ങോട്ട് പോവുകയാണ് കേരളം, തമ്മിലടിച്ച് നശിക്കാൻ പോവുക. മാറണമെങ്കിൽ ശിവരാത്രിയുടെ തത്വം ജീവിതത്തിലേക്ക് എടുത്തു വെച്ചോളൂ. ഈശ്വരീയതയുടെ തത്വം ജീവിതത്തിലേക്ക് എടുത്തു വെച്ചോളൂ. നമ്മളാണ് ഈശ്വരനെന്നും ഇതിനൊക്കെ പരിഹാരം ഞാൻ സ്വയമേവ കാണണമെന്നും. അങ്ങനെ കാളകൂടം പുറത്തേക്ക് ചാടിയപ്പോൾ, വാസുകിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, വാസനകളിൽ ദുർവാസനകളിൽ നിന്ന് കാളകൂടം ഇന്ന് ലോകം മുഴുവൻ വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങളായിട്ടും മതങ്ങൾ തമ്മിൽ കലഹങ്ങളായിട്ടും പ്രസ്ഥാനങ്ങൾ തമ്മിൽ നാശോന്മുഖരായിട്ടും മാറുമ്പോൾ കാളകൂടത്തിന്റെ മറ്റൊരു വെർഷനാണത്. തമ്മിലടിച്ച് നശിക്കുമ്പോൾ ആരാണ് കൊല്ലുന്നത്?
എത്ര കാലം നമുക്ക് സുഖത്തോടെ ജീവിക്കാൻ സാധിക്കും? ഞാനിത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തും എന്താണ് ഉറപ്പുള്ളത്? നമ്മളെല്ലാവരും എപ്പോൾ തിരിച്ചു പോകും എന്ന് എന്താണ് ഉറപ്പുള്ളത്? നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്ന അച്ഛൻ്റെ ഇന്ന അമ്മയുടെ ഇന്ന രീതിയിൽ ഇത്ര സുന്ദരനായിട്ട് ഇത്ര സുന്ദരിയായിട്ട് ഞാൻ ജനിക്കുമെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? മോളെ ഉണ്ടോ? ഇത്ര സുന്ദരിയായിട്ട് ജനിക്കും? നമ്മൾ അറിയുന്നല്ലോ, ഒന്നും നമ്മൾ അറിയാത്തതാണ്. നമുക്ക് എന്താണ് അറിയുക? ഒന്നിനും സയന്റിഫിക് ടെമ്പറമെന്റ് ഇല്ല. അത് ഗണപതിക്ക് മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ടും ഒരു ടെമ്പറമെന്റും ഇല്ല. അത് എപ്പോൾ പോവും? നോ സയന്റിഫിക് ടെമ്പറമെന്റ്, ഒന്നിനുമില്ല. പ്രപഞ്ചമാണ് പ്രകർഷണ പഞ്ചീകൃതം, അത് മാറിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ വിധാതാവ് ആരാണ്? ഇതിന്റെ എഞ്ചിനീയർ ആരാണ്? ഇതിന്റെ ഡോക്ടർ ആരാണ്? സംതിങ് ഹിഡൻ ആരാണ്? നമ്മുടെ ചെവിക്ക് കേൾവി തന്നിരിക്കുന്നത്, നമ്മുടെ കാഴ്ച തന്നിരിക്കുന്നത്, നമ്മുടെ ശബ്ദത്തിന് നിയന്ത്രണം വരുത്തിയിരിക്കുന്നത്, കാഴ്ചയ്ക്ക് നിയന്ത്രണം വരുത്തിയിരിക്കുന്നത്. കേനേഷിതം പദ്ധതി പ്രേഷിതം മനസ്സിനെ ചിന്തിപ്പിക്കുന്നത് ആരാണ്? ആരാണ് എൻ്റെ കണ്ണ് കാണിക്കുന്നത്? കേനോപനിഷത്ത് ചോദിക്കുകയാണ്. പഠിച്ചോളൂ, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ആ കാളകൂടം ശിവനങ്ങ് കഴിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവരുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ജീവിക്കുക, അച്ഛന് വേണ്ടി ജീവിക്കുക, അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുക, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, മക്കൾക്ക് വേണ്ടി ജീവിക്കുക, ലോകത്തിന് വേണ്ടി ജീവിക്കുക. ഏതെങ്കിലും മതങ്ങൾക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടോ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ തൻ്റെ സ്വാർത്ഥ സുഖത്തിന് വേണ്ടിയിട്ടോ ജീവിക്കുന്നവനല്ല ജീവിക്കുന്നത്. ജീവിച്ചിരുന്നിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത് ഭഗവാൻ കൃഷ്ണനായാലും രവി തിരുമേനിയായാലും യേശുദേവനായാലും ബുദ്ധനായാലും കൺഫ്യൂഷ്യസ് ആയാലും മെൻഷ്യസ് ആയാലും ലൗഡ്സ് ആരായിക്കോട്ടെ, നെൽസൺ മണ്ടേലയായാലും അബ്ദുൽ കലാമായി, ഈ ലോകത്തിന് വേണ്ടി മനുഷ്യരാശിക്ക് വേണ്ടി അവരെന്ത് ചെയ്തു എന്നുള്ളതാണ്. കൃതം സ്മര കൃതോ സ്മര എന്ന് പറയുന്നു ഉപനിഷത്ത്. ചെയ്തതിനെ ഓർമ്മിക്കുക, ചെയ്തവരെയും ഓർമ്മിക്കുക. ചെയ്തവരെയും നാം ഓർമ്മിക്കുമ്പോൾ നന്മ ചെയ്തവരെ നാം കാലങ്ങളോളം ഓർമ്മിക്കുന്നു. അതിന് സാധിച്ചത് കൊണ്ടാണ് ശിവനെ നാം പ്രാർത്ഥിക്കുന്നത്. ശിവൻ നഷ്ടപ്പെടരുത് എന്നാണ് ശിവന്റെ പത്നി വിചാരിക്കുന്നത്. കഴുത്ത് കയറി പിടിച്ച അങ്ങനെയാണ്. അയ്യോ, മറ്റുള്ളവർ നശിക്കരുതേ അല്ലേ? പറയുമ്പോൾ മറ്റൊരു കഥയും കൂടെ പറയാം. ഭഗവാൻ കൃഷ്ണന് ഒരിക്കലും ഒരു തലവേദന വന്നു എന്നാണ് കേട്ടിട്ടുണ്ടാവും. ഭാഗവതത്തിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു സൂചന മാത്രമാണ്, ഒരു കഥയായിട്ട് പ്രസ്തരിച്ച് പറയുന്നു. പല വൈദ്യന്മാരും വന്ന് അവസാനം ഒരാൾ പറഞ്ഞു, ഏറ്റവും സ്നേഹമുള്ള ഒരാൾ, ഭഗവാനോട് ഏറ്റവും സ്നേഹമുള്ള ഒരാൾ തൻ്റെ കാലടിയിൽ പറ്റിയ മണ്ണുകൊണ്ട് നേരെ നെറുകയിൽ ചവിട്ടി തേച്ചു കൊടുത്താൽ ഈ തലവേദന പോകും. നമുക്കെല്ലാവർക്കും ഭഗവാൻ കൃഷ്ണൻ ഇഷ്ടമല്ലേ? ഭഗവാൻ നേരെ നമ്മുടെ മുന്നിൽ വന്ന് തല കുനിച്ച് നിൽക്കുകയാണ്. നിങ്ങളുടെ കാലടി കൊണ്ട് ചവിട്ടി തേക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, ഭഗവാൻ എൻ്റെ നെറുകയിൽ ഞാൻ കാല് വെച്ചാൽ ഞാൻ നരകത്തിൽ പോകൂലേ എന്നല്ലേ പറയാ? ഭഗവാനെ ചവിട്ടാൻ പറ്റുമോ? ഇത് കേട്ട് ഗോപികമാരായിരക്കണക്കിനുണ്ട്. രുക്മിണിയും സത്യഭാമയും ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ ധാരാളമുണ്ട്. എല്ലാവരും അയ്യോ ഭഗവാന്റെ നെറുകയിൽ കാലെടുത്ത് ചവിട്ടുമെന്ന് ചോദിച്ചു. ഒന്നും ചോദിക്കാതെ കേട്ടപാതി കേൾക്കാത്ത പാടി ഭഗവാന്റെ നെറുകയിൽ കാലുവെച്ച ഒരാൾ, ഓടി വന്ന് കാലുവെച്ച ഒരാളുണ്ടായിരുന്നു, രാധ. അതാണ് സ്നേഹം, അതാണ് പ്രണയം, അതാണ് പ്രേമം. കൃഷ്ണന്റെയും രാധയുടെയും പ്രണയം, ശിവന്റെയും പാർവതിയുടെയും പ്രണയം. വാഗർത്ഥാവിവ സമൃദ്ധോ വാഗർത്ഥ പ്രതിബദ്ധേ ജഗതത്തിതരോ വന്ദേ പാർവതി പരമേശ്വരോ എന്ന് കാളിദാസ മഹാകവി പാടിത്തരും നമ്മളോട്. വാക്കും അർത്ഥവും എന്നതുപോലെ പിരിയാതെ കിടക്കുന്ന ജഗത്പിതാക്കളായ അർദ്ധനാരീശ്വരന്മാർ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അങ്ങനെയാവണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മൾ സീരിയലെങ്കിലും ഒഴിവാക്കിയേ പറ്റുള്ളൂ. വീട്ടിൽ സീരിയൽ കാണണമെന്നല്ല, നല്ല സീരിയലുകൾ ഉണ്ടാവാം. നാമജപങ്ങളിലേക്കും സാധനകളിലേക്കും ഉപാസനകളിലേക്കും വരണം നമ്മൾ. ആ ശിവൻ കാളകൂടം കുടിച്ചപ്പോൾ ഒരു ഭംഗിയുമില്ലാത്ത, ഒരു സുന്ദരനല്ലാത്ത, ഏതോ പട്ടടയിൽ കിടന്ന് ചുടലഭസ്മം ധരിച്ച് പാമ്പിനെയൊക്കെ കയ്യിലും കഴുത്തിലും തൂക്കി നടക്കുന്ന ആ വൃത്തിഹീനമായ രൂപത്തിനെയാണ് രണ്ടാം ജന്മത്തിലും എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നിട്ട് ആദിമഴത്തുള്ളി വീഴുമ്പോൾ കുമാര സംഭവത്തില് ആ മഹാകവി പറയും, കാളിദാസൻ ക്ഷണവിമകളിൽ തല്ലി
ചുണ്ടിൽ കുളിർ മുലമേലഥ വീണുടൻ തകർന്നു, വലികളിലിടയ്ക്ക് ചുരേണ ലാഭിച്ചൊഴിയിലിറങ്ങി നവീന വർഷബിന്ദു എന്ന്. അത്രയ്ക്ക് ഏകാഗ്രമായിട്ട് കണ്ണിമ പോലും ഇല്ലാതെ ഒന്ന് ചിമ്മാതെ ഏകാഗ്രതയോടെ തപസ്സിരുന്ന് ആ ശിവനെ രണ്ടാം ജന്മത്തിലും നേടണമേ എന്ന് പ്രാർത്ഥിച്ച പ്രണയം നമുക്കിടയിലുണ്ടോ? ഇന്ന് കല്യാണം പോലും വേണ്ട, ലിവിങ് ടുഗദർ കഴിഞ്ഞിട്ട് പുതിയതൊന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇടയ്ക്ക് പ്രേമിക്കുക, പിന്നെ താല്പര്യമില്ലാതാവുമ്പോൾ ഒഴിഞ്ഞു പോവുക, എന്നെന്തൊരു പേരും പറഞ്ഞു, ഞാൻ മറന്നുപോയി. മക്കൾക്കറിയോ? പിന്നും പ്രേമിക്കുക, പിന്നെ ഒഴിഞ്ഞു പോവുക. അച്ഛനോടായാലും അമ്മേനോടായാലും കാമിനീനോടായാലും കാമുകനോടായാലും ഭാര്യയോടായാലും ഭർത്താവിനോടാവട്ടെ ആരോടാ. ശിവന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ് പാർവതിയും എല്ലാ ലോകവും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്ത്രീകൾ തൻ്റെ വീട്ടിലെ ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, പുരുഷന്മാർ തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അല്ലെങ്കിൽ വീട്ടമ്മയ്ക്കും വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടിയിട്ട്, ലോകം നശിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസമാണത്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് ഞാൻ പറഞ്ഞ സ്ത്രീത്വത്തിനാണ്, സ്ത്രൈണത. ആ സ്ത്രീത്വമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അവമാനിക്കപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതും. അവരെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ MDMA കച്ചവടം വരെ ഇന്നലെ നടന്നത് തിരുവമ്പാടി, കോഴിക്കോട് ജില്ലയിൽ, തിരുവനന്തപുരത്ത് തിരുവമ്പാടിയല്ല. പല പാവപ്പെട്ട സ്ത്രീകളെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പല നാടകങ്ങളും നടക്കുന്നത്, രാഷ്ട്രീയ കപട നാടകങ്ങൾ പോലും. പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, ആൺകുട്ടികളും ശ്രദ്ധിക്കുക. നമുക്ക് ലോകത്തോളം ഉയരാൻ സാധിക്കും. സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറയുന്നുണ്ട്, ആകാശമാണ് അതിന്. എങ്ങോട്ട് വളരാൻ സാധിക്കും. തൻസിംഗ് നോർഗെ എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, എവറസ്റ്റ് കീഴടക്കിയ അവൻ 12 തവണ എവറസ്റ്റിൽ കയറാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല, ചെറിയൊരു മുടന്തനുമായി, കാലിനൊരു ചെറിയ അസ്വസ്ഥത. 12ാമത്തെ തവണ തിരിഞ്ഞു നിന്ന് ആ എവറസ്റ്റിനോട് പറയുന്നുണ്ട്, എവറസ്റ്റ് നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ മനുഷ്യനാണ്, നീ വെറും മലയാണ്, നിന്നെ ഞാൻ കീഴടക്കും, നിനക്ക് വളരാൻ പറ്റില്ല, എനിക്ക് വളരാൻ കഴിയും. അങ്ങനെ മഹത്വങ്ങളിലേക്ക് കയറിപ്പോയ മഹാന്മാരായിട്ട് നമ്മുടെ വരുന്ന തലമുറ മാറണം, യുവാക്കന്മാർ മാറണം, യുവതികൾ മാറണം. ഇവിടെ വന്ന് കുട്ടികൾ പല ഡാൻസും പാട്ടും കാര്യങ്ങളും കളികളും നടത്തുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്ന അതാണ്. കലാകാരനെയാണ് പറയുക ഈശ്വരാനുഗ്രഹം നേടിയവൻ, അല്ലാതെ ലോട്ടറി അടിച്ച ആളെ കുറിച്ച് പറയില്ല. ആ കലയെയും സാഹിത്യത്തിനെയും പ്രോത്സാഹിപ്പിച്ച് സന്തോഷമുണ്ടാവണം. നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ധാരാളം പരിപാടികൾ ശിവരാത്രികളിലൊക്കെ ഉറക്കൊഴിഞ്ഞ് കണ്ടിട്ട് സന്തോഷിക്കണം. നമ്മൾ സന്തോഷിക്കുക. നമ്മൾ ഇങ്ങനെയൊരു മാറ്റമുണ്ടാക്കിയിട്ട് ലോകത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാകുമ്പോൾ ഒരു പാലിൽ നിന്ന് ഇങ്ങനെ വെണ്ണ കടഞ്ഞെടുത്താൽ ആ വെണ്ണ പിന്നെ പാലിലേക്കോ പച്ചവെള്ളത്തിലേക്കോ പോവാത്തതുപോലെ നമ്മുടെ ഈശ്വരീയമായ തനിമ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനാണ് ഭക്ഷണ നിയന്ത്രണം, ശാരീരിക നിയന്ത്രണം, മാനസിക നിയന്ത്രണം, ഇന്ദ്രിയ നിഗ്രഹം ഇതൊക്കെ ചെയ്യുന്നത്. യോഗയിൽ വരുന്ന കാര്യമാണ്, അതൊന്നും വിസ്തരിക്കുന്നില്ല ഞാൻ. ഒരു നേരമെങ്കിലും ഭക്ഷണം ഒഴിവാക്കുക. ഇന്ന് മുതൽ, നാളെ മുതൽ മാംസവും മത്സ്യവും കഴിച്ച് ഫോർമാലിൽ മുക്കിയിട്ട് പൊക്കി വെച്ചിരിക്കുന്ന മത്സ്യം കഴിക്കേണ്ടെന്നല്ല പറയുന്നത്. ആഴ്ചയിൽ ഒരു നേരം കഴിക്കുന്നവർ അത് 2 ആഴ്ചയിലൊന്നാക്കുക, ദിവസവും കഴിക്കുന്നവർ ആഴ്ചയ്ക്ക് 1 ആക്കി നോക്കുക. 3 നേരം ചോറ്, രാവിലെ പഴയ ചോറ്, ഉച്ചയ്ക്ക് ചോറ്, വൈകുന്നേരം ചോറ്, രാത്രി ചോറ്. എന്നിട്ട് ആ 40 കഴിയുമ്പോഴത്തേക്ക് എന്തുണ്ട് ഭാഷ വിശേഷം? ഒന്നുമില്ല, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. സന്തോഷമായി. വീട്ടിൽ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾ വെച്ചോളി. എല്ലാവർക്കും ഉണ്ട് ഈ സാധനം. ചോറ് രാത്രി കഴിക്കരുത് കേട്ടോ. അതിനാണ് ഈ വ്രതങ്ങളിൽ രാത്രി അരിഭക്ഷണമൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്നത്. ഏറ്റവും ഭയങ്കര കഞ്ഞിവെള്ളവും ചോറും ഒക്കെ. പഞ്ചസാര 25 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിൽ പഞ്ചസാരയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലായിരിക്കും, കാരണം വേണ്ട. എന്നാലും പായസം കുടിച്ചു കളയും, അത് വേറെ കാര്യം. ചായ കൊണ്ട് കൊടുക്കുമ്പോൾ പഞ്ചസാര ഇട്ടോ എന്ന് പറയും. കല്യാണത്തിനും അമ്പലത്തിനും ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പായസം ഒഴിച്ചോ കുഴപ്പമില്ല, പല്ലൊരൊച്ചയൊന്നുമില്ല. എന്നിട്ട് കല്യാണത്തിന് പോയിട്ട് 3-4 പീസൊക്കെ അടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എന്താ അറിയില്ല, കല്യാണത്തിനൊക്കെ പോയ ഭയങ്കര ക്ഷീണവും കുഴക്കും ഒക്കെ. എന്താ എനിക്കറിയപ്പാ, ദഹിക്കാത്ത സാധനം പിടിച്ച് പിടിയിട്ടാ. എന്നിട്ട് നമ്മൾ അതിനെ കുറ്റം പറയാ. നമ്മളതിനൊക്കെ കാരണം, നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും കാരണം നമ്മളാണ്, വേറെ ആരുമല്ല. 10-15 മെഡിക്കൽ ഷോപ്പും 4-5 ആശുപത്രികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വടകരയിൽ ഒരു 25 കൊല്ലം മുമ്പ്. ഇപ്പോൾ എണ്ണു നിങ്ങൾ തീരൂല, ഓട്ടോറിക്ഷേനെക്കാട്ടും കൂടുതലുണ്ടാവും മെഡിക്കൽ ഷോപ്പ്. തുമ്മൽ വന്ന ഉടനെ അങ്ങോട്ട് പാഞ്ഞു ഒരു ചാക്ക് ചേമ്പും കുത്തു പോലെ കുറേ
സാധനങ്ങൾ കൊണ്ടുവരും, അത് അലമാരി സൂക്ഷിക്കും. ഇതെടുത്ത് മിണിങ്ങി കുറച്ച് കഴിഞ്ഞ് കിട്ടിനി അവിടെ പോയി ആർക്കറിയാം. കിട്ടിനി പോയി പിന്നെന്ന് ചേമ്പുമ്പത്ത് വേറെ സാധന. രോഗങ്ങൾക്ക് ശാന്തിയില്ലാത്ത മരുന്ന് നമ്മുടെ ഭക്ഷണമായി മാറി. അവിടെ നാം നിൽക്കുമ്പോൾ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, നേരത്തെ ഇവിടെ ശശിയേട്ടൻ പറഞ്ഞു, പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങൾ കഴിച്ചോളൂ. ആൻറ്റി ക്യാൻസറാണ്, ക്യാൻസറിനെ പ്രതിരോധിക്കും. ഇതാണ് നമ്മുടെ വ്രതങ്ങൾ. ഇതിലേക്ക് നമ്മൾ വരണം, നമ്മുടെ കുട്ടികൾ വരണം. മക്കളെ, ചെറുകിഴങ്ങ്, നനക്കിഴങ്ങ്, ചേമ്പ്, ചേന, കാച്ചില്, കൂർക്കല്, കണ്ടിക്കിഴങ്ങ് ഇതെല്ലാം കൂടി ചുട്ടെടുത്തിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ പുഴുക്കുണ്ടാക്കിയിട്ടാണല്ലോ തിരുവാതിര വ്രതത്തിന് കൈകൊട്ടിക്കളിയും കഴിഞ്ഞ് വന്ന് തുടിച്ചുകുളിയും കഴിഞ്ഞ് പാതിരാപ്പൂവും ചൂടി വന്നിട്ട് കഴിക്കുക. സന്തോഷം. രോഗത്തിൽ നിന്ന് മോചനം നേടാൻ മനുഷ്യൻ്റെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും പ്രാണനും എല്ലാം സ്വസ്ഥമാവണമെങ്കിൽ ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് തിരിച്ചു വരിക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കുക, ക്ഷമിക്കുക, മറക്കുക. മറിച്ച് നമ്മുടെ ക്ഷേത്രങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കരിമരുന്നും ആനയെഴുന്നള്ളത്തും നടത്തുകയല്ല. മറിച്ച് ഈ ക്ഷേത്രം മഹാക്ഷേത്രമായിട്ട് ഈ നാടിന് മുഴുവൻ ശക്തിയായിട്ട് മാറണമെങ്കിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഉത്സവങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക് എല്ലാവരുടെയും സംഭാവനകൾ ചേർന്ന് ഇവിടെയുള്ള പാവപ്പെട്ട രോഗികളെ സംരക്ഷിക്കാനും, പാവപ്പെട്ടവരെ പഠിപ്പിക്കാനും, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനും, അവർക്ക് എല്ലാ ശാന്തിയും സമാധാനവും കൊടുത്ത് നമ്മളോടൊപ്പം നിർത്താനുള്ള കരുത്തുണ്ടാവണം. അതാണ് ശിവന്റെ സങ്കല്പം. ആ ശിവനാവാൻ നമുക്ക് ശിവം ഭൂത്വ, ശിവനെ പ്രാർത്ഥിക്കാം. ശിവം യജേ, ശിവനായി മാറുക. ശിവനെ പ്രാർത്ഥിക്കുക, ശിവനായി തീരുക. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിലൂടെ നാം സ്വയം ആർജിക്കേണ്ടത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശാന്തി ഓതുന്ന നമ്മുടെ ഉപനിഷത്ത് മന്ത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.